പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ പ്രവീൺ. ഹായ് ചേച്ചിക്കുട്ടി, വൺ റിക്വസ്റ്റ്. ഒരു പാട്ട് പാടുമോ? ആരോ കമിഴ്ത്തി വെച്ച ഓട്ടുരുളി പോലെ ആകാശത്താമര തിങ്കൾ. ഏതാ പാട്ട്? ഈ പാട്ട് പാടുമോ? ചേച്ചിയുടെ മധുരമായ ശബ്ദത്തിൽ കേൾക്കാൻ ഒരു ആഗ്രഹം. എൻ്റെ മധുരമായ ശബ്ദം. ചക്കരയല്ലേ, പഞ്ചാരല്ലേ, മുത്തല്ലേ, ഒന്ന് പാടൂട്ടോ. പാടണേ. ആരോ കമിഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ, പഴകിയൊരോർമ്മയായി മിഴിനീരുവാർക്കും, പഴകിയൊരോർമ്മയായി മിഴിനീരുവാർക്കും, പാഴിരുൾ തറ പാഴിരുൾ തറവാടിൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു ഓണനിലാവും ഞാനും. ആരോ കമിഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ലേട്ടാ. ഇത് ഒരു കൊല്ലം ഓണത്തിന് തിരുവോണക്കൈ നീട്ടെന്ന് പറഞ്ഞിട്ടൊരു ആൽബം സോങ്ങുകൾ ഇറങ്ങി. പിന്നെ ചന്ദന വളയിട്ട കൈ കൊണ്ടു ഞാൻ ചെമ്പകപ്പൂക്കളമെഴുതുമ്പോൾ, അതൊക്കെ അതിലുള്ളതാന്ന് തോന്നുന്നുണ്ട്. അടുത്തത് അനിത കെ. അജു സരിത എല്ലാവരെയും പോലെ ഞാനും ജോലികളൊക്കെ മാറ്റി വെച്ച് ഫുൾ വീഡിയോ കണ്ടു. എൻ്റെ കമൻറ്റ് വായിക്കുമെന്ന് കരുതി, പക്ഷെ ഇന്നും വായിച്ചില്ല. കുറേയായി എൻ്റെ കമൻറ്റ് വായിച്ചിട്ട്. പേര് പറഞ്ഞ് കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് സരിതേ. അടുത്ത് പ്രസീത ഹരി. സരിത കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് അജുവേട്ടൻ ആ തൂണ് ഒറ്റയ്ക്ക് കൊണ്ടുവന്നത്. ഇതുപോലെ കനമുള്ളത് ഒറ്റയ്ക്ക് എടുത്താൽ ഈ പ്രായത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തിട്ടുണ്ടോ? കഷ്ടം തന്നെ. ഇല്ല, അതിനെ എടുക്കണില്ലല്ലോ നമ്മള്. പക്ഷെ എന്നാലും ചേട്ടൻ ഇതിങ്ങനെ പൊക്കിയിട്ട് ആ കുഴിയിലേക്ക് വെക്കണില്ലേ? ആ പൊക്കല് വലിയ കുഴപ്പമില്ല. കാരണം ഒരു സൈഡ് ഭൂമി താങ്ങിയിട്ടുണ്ടല്ലോ, ഒരു സൈഡിൽ ഞാൻ താങ്ങല്ലോ. ഒരു കാര്യമില്ല, പറയാൻ പോണ നമ്മളെ വേണം തല്ലാൻ. അല്ലടി, ഒരു സൈഡ് ഇടക്കിടക്കിട്ട് ഓരോ ഭാരം പൊക്കിയിട്ട് എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് അറിയാം, ഓരോ വിലക്കം. എന്നിട്ട് പിന്നെ കുറേ നാളത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അതിനെങ്ങാണ്ട് കിഴി പിടിക്കലും ഉഴിച്ചിലും പിഴിച്ചിലായിട്ട് ചൂട് പിടിക്കലായിട്ട് ഇരിക്കണം. എന്നിട്ട് ഉഴിഞ്ഞു കൊടുത്ത് എൻ്റെ കൈ വേദന എടുക്കുന്നല്ലാണ്ട് ഒരു കാര്യമില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ തദൈവ. അടുത്തത് ജവാദു സൈൻ പാ. എൻ്റെ അമ്മേ, ഇതും തൊട്ട് വരുന്നത് ജവാദു സൈൻ പേ. എൻ്റെ അഭിപ്രായത്തിൽ അജു ബ്രോ സ്വന്തമായി ഈ ചാനൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. സരിത ചേച്ചി വരുമ്പോൾ ആളുടെ എല്ലാ കോൺഫിഡൻസും പോകും. പിന്നെ എല്ലാം യാന്ത്രികമായി പറയുന്ന ഫീലിംഗ് ആണ്. ചേടാ, ഭയങ്കര കണ്ടുപിടുത്തം. അതിന് കാരണം എല്ലാം ചേച്ചി ഏറ്റെടുത്ത് വിമർശിച്ചും കളിയാക്കിയും പുള്ളിയുടെ കോൺഫിഡൻസ് പോയതാണ്. നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള മാരിറ്റൽ ലൈഫ് ഓർ ടോക്സിക് പാരൻറ്റിങ് കാരണം കുറേ ആൾക്കാരുടെ കോൺഫിഡൻസ് പോയി വെറും ചണ്ടികളായി മാറും. കുറച്ചുനാൾ മുൻപ് വരെ ഇവരുടെ സ്റ്റാറ്റസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വളരെ വലുതായിരുന്നു. ഇപ്പോൾ പറ്റേ അബദ്ധവും. സ്റ്റാറ്റസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ നല്ലതായിരുന്നു. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നല്ല രീതിയിൽ പോയി തുടങ്ങി. ഇപ്പോൾ ഭയങ്കര ഇതായിരുന്നു. പിന്നെ കോൺഫിഡൻസ് പോയി. ചേട്ടൻ്റെ കോൺഫിഡൻസ്, ഞാൻ കൂടെയുള്ളപ്പോൾ ചേട്ടന് കോൺഫിഡൻസ് ഇല്ല. കാരണം ഞാൻ ചേട്ടനെ ഫുൾ ടൈം കളിയാക്കിക്കൊണ്ടേ. ആദ്യേ ഇതിപ്പോ പറയുന്നതോടെ ഞാൻ പറയുന്നേട്ടാ, ആദ്യം എനിക്ക് വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല ശരിക്കും. നമ്മൾ ഒരു അന്തർമുഖനായിരുന്നു. പിന്നെ എൻ്റെ കുറവുകളൊക്കെ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ് സംസാരിച്ച് എൻ്റെ കുറവുകളാണ് എനിക്ക് വ്യക്തിത്വം ഉണ്ടാക്കിയത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ സരിത ഉണ്ടായത് കൊണ്ട് എനിക്ക് കോൺഫിഡൻസ് പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ അറിയാലോ, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ ടോക്സിക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുന്നതിലൊക്കെ ഈ ടോക്സിസിറ്റി ഫീൽ ചെയ്യണം. ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നേ, ടോക്സിക്കിന്റെ മീനിങ് ഇപ്പം എന്തിട്ട് പറയാ, വിഷമയമായ എന്നൊക്കെയുള്ള ഒരർത്ഥം. ആരാണ് വിഷമയം? ഞാൻ മോഹൻലാല് പറഞ്ഞിട്ടുണ്ട്, മിനിമം കളിക്കുമ്പോൾ മൂർഖനോട് തന്നെ കളിക്കണം, വിഷമുള്ള ആളോട് തന്നെ കളിക്കണം. എന്നാലാണ് അത് നമുക്ക് ഭയങ്കര എന്താ പറയാ, നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ അതല്ല നല്ലത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കുറച്ച് ശക്തി വേണമല്ലോ.
ഞാൻ നിങ്ങൾക്ക് മാങ്കോ ഓഡീഷനിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ട് ഇരിക്കുമ്പോൾ ഇന്ന് ഏഷ്യാൻ്റെ ആളുകൾ വന്നിട്ട് ഞങ്ങളുടെ 10 പേര് ഒരു ട്രിപ്പിൽ 10 പേരാണ് ഇരിക്കുന്നത് കേട്ടോ. ആ 10 പേരോട്ട് ആദ്യം മുതൽ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അന്തർമുഖരായിരിക്കും, അല്ലെങ്കിൽ സാധാരണ പോലെ വലിയ അധികം വർത്താനം പറയാത്ത ആളുകളായിരിക്കും. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ സുരേഷ് ഗോപി എന്നിട്ട് പറഞ്ഞു വെച്ചാൽ എൻ്റെ അപ്പുറത്ത് ആയിട്ട് പറയണം, മനസ്സിലായ? എന്നാലാണ് ആൾക്ക് എനർജി മാത്രമല്ല കാണുന്ന ഷോയ്ക്ക് നന്നാവുള്ളൂ എന്ന്. അപ്പോൾ സരിത എന്നെ ചൊറിയാനും ഞാൻ അങ്ങടും ഇങ്ങടും ഒക്കെ കൊണ്ടും കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ വീഡിയോയ്ക്ക് എനർജി ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ അധികം നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഈ കമന്റ് ഇട്ടിട്ടുള്ള ആൾ അധികം വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആൾക്ക് നമ്മുടെ ചാനൽ എത്ര വേഗം പൂട്ടിക്കെട്ടണം എന്നാണ് ആഗ്രഹം. അതാണ് ചേട്ടനോട് സ്വന്തമായിട്ട് ഈ ചാനൽ കൊണ്ടുപോയാൽ മതി, എന്നെ ഇതിലേക്ക് അടുപ്പിക്കരുത് എന്ന് പറയണത് തോന്നുന്നു. കാരണം ചേട്ടൻ ഒറ്റയ്ക്കുള്ള വീഡിയോയിൽ ഭൂരിഭാഗം കമന്റും ഞാൻ വരണം എന്ന് പറഞ്ഞിട്ടാണ് കമന്റ്സ് വരാറ്. പാവം എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. ഒട്ടും നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടോ നമ്മുടെ വീഡിയോകളെ കുറിച്ചിട്ടോ ഒട്ടും ഇവരില്ല. ഇങ്ങനെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇതിൽ വന്നിട്ട് ഒരു പരിചയമില്ലാത്ത നമ്മളെ കുറിച്ചിട്ട് ഇത്രയ്ക്കും നെഗറ്റീവായിട്ട് ഇങ്ങനെ എഴുതണമെങ്കിൽ ഇയാൾ എന്തുമാത്രം ടോക്സിക് ആയിരിക്കും ഇയാളുടെ വീട്ടിൽ, അല്ലേ? ഇയാളുടെ വൈഫിന്റെ അടുത്ത് മക്കളുടെ അടുത്തൊക്കെ അവരുടെ ഒരു ഗതികേട്. അടുത്തത് അനിൽ തോമസ് ജോൺസി. അനിൽ ഇനി കുറച്ചുകൂടി ഉണ്ട്. Hi Aju and Sarida, all your videos are amazing. This is my first comment, but I used to watch your videos for the last 4 years. I didn't write any comment to any video. Now I feel like you are my own family. Thank you so much for giving inspiration and encouragement through your channel. I am John C from USA. God bless you. നേരത്തെ കമന്റ് ആളെ പേരുന്ന് കണ്ടുപഠിക്ക്. ഇതിപ്പ കമന്റ് ഇട്ട ആളെ ഞങ്ങളെ പറ്റിട്ട് പറയണത് ഇപ്പൊ കേട്ടില്ലേ? അല്ല, ആൾക്ക് ചേട്ടനെ കുറിച്ച് മോശമായി പറയുന്നില്ല, ഞാൻ വരരുതെന്ന് പറയണേ. അല്ല, നമ്മൾ രണ്ടുപേരും കൂടി ഉണ്ടായുള്ള വീഡിയോകളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാടിന് തന്നെ മൊത്തത്തിൽ ആള് ഇതാക്കി. നമ്മുടെ നാടിന്റെ പ്രത്യേകത തന്നെ ഇതാന്ന് പറയണേ. ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള വിവാഹ ജീവിതവും പാരന്റിങ്ങും ഒക്കെ. അടുത്തത് റൂഹിസ് വേൾഡ്. ഹായ് അജുവേട്ട, സരിത ചേച്ചി, എനിക്കും കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മമാർ ഉണ്ടാക്കി തരുമ്പോൾ എടുത്ത് കഴിക്കാൻ നല്ല രസമായിരുന്നു. ഇപ്പൊ സ്വന്തമായി ഉണ്ടാക്കാൻ എന്ന് ആലോചിക്കുമ്പോൾ വാങ്ങിക്കാൻ തോന്നാറില്ലേ, കാരണം മടിയാണ് കേട്ടോ. അജു ചേട്ടൻ ഈ വർഷം 2 കൊട്ട കൂർക്ക കിട്ടട്ടെ. അതെ, കൂർക്ക കടകളിൽ നന്നാക്കി കിട്ടില്ലോ. ഇപ്പൊ അന്ന് തന്നെ വെക്കണം. അതായത് അവിടെ ഇപ്പൊ കവറിൽ വെള്ളം ഒഴിച്ചിട്ട് കവറിൽ ഇരിക്കണ്ടാവില്ലോ. അത് ആ കടക്കാരോട് ചോദിക്കണം ഇത് എപ്പോഴാണ് കൊണ്ടുവന്നതെന്ന്. ചിലപ്പോൾ 2 ദിവസം മുമ്പ് കൊണ്ടുവന്നായിരിക്കും. അപ്പൊ കൂർക്ക വലിച്ചിണ്ടാവും. അതിന് മുകളില് കൂർക്ക പിടിച്ചു കഴിഞ്ഞാൽ ഒരു വെഴുപ്പുണ്ടാവും. അതാ കവർ കണ്ടറിയാൻ ചേട്ടാ, ആ വെള്ളം ഇങ്ങനെ മൂൾ ഭാഗത്ത് ഒരു പതി ഉണ്ടാവും. ഇരിക്കും തോറും ഒരു പത വരും. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടും വെക്കരുത്, അന്ന് തന്നെ കൂട്ടാൻ വെക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് വേഗം വേവിച്ചെങ്കിലും വെക്കുക. അടുത്തത് സുമം സക്സസ്. അജുവേട്ടാ, ആ പില്ലർ തനിയെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടല്ലോ. നല്ല കോൺഫിഡൻസ്, നല്ല പ്രോത്സാഹനം കൊടുക്കണവരും ഉണ്ട്. അല്ലല്ല, അത് ചെയ്യാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അല്ല എന്നെ ആരെങ്കിലും വിളിച്ചാൽ അല്ലാണ്ട് പറ്റില്ല. അത് 4 പേര് കൂടിയിട്ടാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചത്. അത് ഒറ്റയ്ക്ക് ഞാൻ കുഴിയിൽ കുത്തണമെങ്കിൽ അല്ല, ഇനി വെക്കും. ഞാൻ കാലത്ത് വെക്കാൻ വിചാരിച്ചായിരുന്നു. അപ്പോഴല്ലേ മറ്റേ ഇവിടെ വെടുപ്പാക്കാൻ വന്നത്. പറയേ, എന്നിട്ട് വെടുപ്പാക്കൽ നടന്നില്ലല്ലോ. അല്ല പറയേ, അപ്പോഴല്ലേ പ്രിയനെ വരാന്ന് പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ പറഞ്ഞു പോണം. അങ്ങനെ പറഞ്ഞു പോവാൻ പറ്റില്ല, കാരണം ചേട്ടൻ അവൾ എടുപ്പാക്കി. മറ്റേ പ്ലാസ്റ്റിക് കുറച്ച് അകലെ ഇറക്കലല്ലേ, അതൊക്കെ ചേട്ടൻ ചെയ്തല്ലോ. അല്ല, കൊറേ കാര്യങ്ങളേ ഇങ്ങനെ പറയാന്ന് സിനിമയിലത്തെ പോലെ പറയണമെങ്കിൽ അതുപോലെ ഒന്നും നടക്കാണ്ടാവണ്ട, അപ്പോഴല്ലേ പറയാ. ജസീന ഷിഫ, അടിപൊളിയായി ഇന്നത്തെ വീഡിയോ. കൂർക്ക എല്ലാം നല്ല പോലെ ഉണ്ടാവട്ടെ. ആ തൂണെടുത്ത് പൊക്കിയപ്പോൾ ഒറ്റയ്ക്ക് എടുക്കല്ലേ എന്ന് പറയാൻ തോന്നി. വിലക്ക് വന്നാൽ ബുദ്ധിമുട്ടാവും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ ആയിട്ടുണ്ട്. കഞ്ഞുകൂടി ഉഗ്രൻ. അടുത്തത് അജു. അച്ചാച്ചന്റെ ഇളയങ്ക് അജുവിന് പ്രത്യേക ഉഷാറ് തന്നെ കേട്ടോ. 2 ആളുടെ വർക്ക് ചെയ്തു. സരിത, ജഗ്ഗു, എല്ലാവർക്കും നമസ്കാരം. സന്തോഷം. അടുത്തത് സെലിൻ ഷാജു. ഈ കൊച്ചു ഹൃദയത്തിൽ എന്തോരം കഥകളുണ്ട് എൻ്റെ അജുവേ. ഞാൻ ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുന്നതാണ്. വേദന, ടെൻഷൻ എല്ലാം ഉണ്ട്.
അപ്പം നിങ്ങളുടെ വീഡിയോ എനിക്ക് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. ലവ് യു അജു, സരിത, ജഗ്ഗുമോൻ. നല്ല കമന്റ്. സന്തോഷം, ഭയങ്കര സന്തോഷം നമുക്ക് ഇങ്ങനത്തെ കമന്റ്സ് കേൾക്കുമ്പോൾ. അടുത്തത് ശ്രീലേഖ CV. ഇത്രയും പണിയെടുക്കുന്ന അജുവേട്ടന് ദിവസം ഒരു കപ്പ് കാപ്പി കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പണിയെല്ലാം കഴിഞ്ഞ് ആ സഞ്ചിയും തോളിലിട്ട് പോകുന്നതും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഓണത്തിൻ്റെ വരവിനെ ഓർമ്മിപ്പിക്കുന്നു. നിലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നതും ആ നിഷ്കളങ്കമായ ചിരിയും കാണുമ്പോൾ മനസ്സും കണ്ണും നിറഞ്ഞു. അജുവേട്ട, സരിത, ജഗ്ഗു, നിങ്ങളോടുള്ള ഇഷ്ടം ഓരോ ദിവസവും കൂടി വരുന്നു. അടുത്തത് സുമം. ലാസ്റ്റ് അജുവേട്ടൻ്റെ വീട്ടിലേക്കുള്ള പോക്ക്, സന്ധ്യാദീപം, നിലത്തിരുന്നുള്ള കഞ്ഞികൂടി എല്ലാം കൊണ്ടും വീഡിയോ മനോഹരം. അടുത്തത് കോമളം. കറക്റ്റ് അജു, ഇലക്ട്രിസിറ്റി കിട്ടും എന്ന സന്തോഷത്തിൽ കുഴി കുത്തുന്നത് വെരി ഈസി ആയിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ട്. അതന്നെ, കറണ്ട് കിട്ടുന്നുള്ള സന്തോഷമാണല്ലോ നമുക്ക്. അപ്പൊ അവരോട് പറയും വേഗം കുഴി കുത്തി കാല് ഇത് കുഴിച്ചിട്ടുണ്ടല്ലേ പോസ്റ്റ്. ഇലക്ട്രിസിറ്റിക്കാരുടെ അവരോട് പറയും ഞങ്ങളെ കുത്തി തരാൻ കുഴി. അവരെ കൊണ്ട് പണി. നമ്മളെ എല്ലാ നാട്ടുകാരൊക്കെ കൂടും അന്ന് കാലത്തൊക്കെ കേട്ടാ, പണ്ട് കാലത്തൊക്കെ നാട്ടുകാരും. അപ്പോ അവർക്ക് ശമ്പളവും കിട്ടും, നമ്മൾ പണി കൊടുക്ക, പിന്നെ ഇവർക്ക് വല്ലതും കൊടുക്കോ? ചായ കാശ് അത് കൊടുക്കില്ലേ, ചായ കാശ് എന്ന് പറഞ്ഞിട്ട്. അടുത്തത് മൈ തോട്ട്സ്. അജു, ദേശമംഗലത്ത് പോയി അവിടെ കൂർക്ക കൃഷി ചെയ്തുകൊണ്ടാണോ ഭൂകമ്പം ഉണ്ടായെന്ന് അന്വേഷിച്ചൊരു വ്ളോഗ് ചെയ്യണേ. നിങ്ങളുടെ വ്ളോഗ് ദിനം പ്രതി രസകരമായി കൊണ്ടിരിക്കുന്നു. അജുവിന്റെ ചില കമന്റുകളും അതിന് സരിതയുടെ കൗണ്ടറുകളും ചമ്മൽ കലർന്ന അജുവിന്റെ ന്യായീകരണങ്ങളും സരിതയുടെ മധുരഗാനങ്ങളും ഒക്കെ ചേർന്ന് ഹൃദ്യമായൊരു സൂപ്പർ ഹിറ്റ് സിനിമ പോലെ ഇത് അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. സന്തോഷം. ഒരു കാലഘട്ടത്തില് ഒരു ടൈമില് അവിടെ എപ്പോഴും ഭൂചലനം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദേശമംഗലം വരവൂർ വശത്ത് ഭൂചലനത്തിന് ഭൂചലന മാപിനി വരെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴോ പോകുമ്പോ ആ ഭൂചലന മാപിനിയുടെ ഒരു ഭൂകമ്പം സാധനം കണ്ടിട്ടുണ്ട് അവിടെ. ഇപ്പൊ അതില്ല കേട്ടോ. അപ്പൊ ആ സമയത്ത് അവിടെ ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ടില്ല. ആ സമയത്ത് അവിടെ ആരൊക്കെ പറഞ്ഞു അവിടെ സ്ഥലത്തിന് അവിടേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥലം വളരെ വില കുറവിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പൊ വില കൂടിയിട്ടുണ്ടാവും. അടുത്തത് സുമാപ്പു. നല്ലൊരു സുപ്രഭാതം. ഇവിടെ 3 ദിവസമായി മഴ തുടങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൂർക്ക അജുവിന് ഇപ്രാവശ്യം സമ്പൽ സമൃദ്ധിയെ ഉണ്ടാവട്ടെ, നോക്കി പൊക്കണം, ശരീരം വിലങ്ങരുത്. സരിത, ജഗ്ഗു, എല്ലാവർക്കും ശുഭദിനം. സുമാപ്പു നമുക്ക് മറ്റേ നമ്മുടെ ഇതിൽ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിളിക്കാൻ, അതിൽ കോൾ ചെയ്യാൻ പറ്റില്ല ഫോണില്. നമ്മള് ഈ പ്രൊമോഷൻ വേണ്ടി വെച്ചിരുന്ന നമ്പറാണ്. വിളിക്കുമ്പോ അവർക്ക് റിംഗിങ് കേൾക്കും, പക്ഷെ നമുക്ക് ഇവിടെ അത് ബെല്ലടിക്കില്ല ഫോണില്. അത് കോൾസ് ഒക്കെ ഡിസബിൾ ഫോണില്. എന്താ റെസിപ്പി വലുതും പറഞ്ഞ എന്താണ്? അല്ല, ആൾക്ക് നമ്മൾ സംസാരിക്കാട്ടാ. അടുത്ത് ശൈലജ വേലായുധൻ. അച്ചാച്ചന്റെ സ്മരണ നിലനിർത്തുന്ന വസ്തുക്കൾ. അജു, ആ വടക്കം പാട്ട് ബുക്ക് ഇപ്പോൾ ഇല്ലേ? ഉണ്ടെങ്കിൽ ഒരു എപ്പിസോഡിൽ ആ പാട്ടുകൾ പാടൂ. വടക്കം പാട്ടും കമ്പരാമായണമൊക്കെ പോയി. കമ്പരാമായണം അച്ചാച്ചൻ കൊണ്ടുവന്ന ഒരു അടക്കുണ്ടായിരുന്നു, ഒരു വലിയ പുസ്തകമായിരുന്നു കമ്പരാമായണം. അതിരുന്ന് ഇങ്ങനെയുണ്ട് അച്ചാച്ചൻ ഇങ്ങനെയുണ്ട് ഈ ചാര് കാസാരിൽ ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ കാക്ക ഇവിടെ ഇരുന്നിട്ട് വായിക്കും. അച്ചാച്ചൻ അതാണ്ട് കേട്ടാണ്ട് രസിക്കും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ അങ്കദനൊക്കെ രാവണൻ്റെ സദസ്സിലേക്ക് വന്നിട്ട്, നിങ്ങൾ പണ്ട് കാലത്ത് പഴയ ഒരുവിധം പ്രായമുള്ളവർക്ക് അറിയാം, പഴയ വീടുകളിലൊക്കെ പ്രായമായവരിങ്ങനെ ഇരിക്കും. ചെറിയ പ്രായം കുറഞ്ഞവർ അടിയിൽ നിന്നിട്ട് ഇത് പുസ്തകം വായിച്ച് ഇവർ ഭയങ്കര രസകരമായിട്ട് കേട്ടിരിക്കും. അപ്പോൾ അങ്കദൻ ഈ രാവണൻ്റെ അവിടെ പോയിട്ട് അവിടുത്തെ സീതയുടെ അടുത്തേക്ക് ദൂതുമായിട്ട് പോവാണ്, സീതാദേവിയുടെ അടുത്തേക്ക്. അപ്പോൾ അവിടെയൊക്കെ ആകെ നശിപ്പിച്ച് രാവണന്റെ സദസ്സിലേക്ക് പോകുമ്പോൾ രാവണൻ എന്തൊക്കെയാ പറയും, ഇവനെ പിടിച്ച് ആദ്യം അങ്കദനെ പോവാ, ബാലിയുടെ മകൻ അങ്കദനാണ് പോവാ ഫസ്റ്റ്, പിന്നെയാണ് ഹനുമാൻ പോവാ, രണ്ടാമതാണ് ഹനുമാൻ പോവാ. അപ്പോൾ രാവണൻ ഇവരോട് സൈന്യത്തിനോട് പറയും അവനെ പിടിച്ച് കിട്ടുക, കുരങ്ങനെ പിടിച്ച് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ജാതി കലക്കും. എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം എന്നിട്ട് ജാതി പ്രസംഗം രാവണൻ നടത്തും. അപ്പോൾ അങ്കദൻ പറയും, ഹമ്പമ്പട രാവണ, നീ നിൻ്റെ സാമധാനങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞോ? അത് നമ്മൾ ഭയങ്കരമായ ഒരു പവറിലാണ് നമ്മൾ വായിക്കും. അപ്പം അച്ചാച്ചൻ അത് കേട്ടിട്ട് അഭിമാന പുളകിതനായിട്ട് എങ്ങനെയുണ്ട് കേട്ടിക്കും. കണ്ട അവൻ്റെ വീര്യം കണ്ട എന്ന് പറയും. അങ്ങനെയൊക്കെ ഓരോ ഓർമ്മകൾ. വടക്കൻ പാണ്ട ഇതൊക്കെ പോയി, ബുക്കുകളൊക്കെ പോയി, ഒക്കെ പോയി.
ചേട്ടന്റെ ഈ നാക്കുളുക്കലും ഇതൊക്കെ വെച്ചിട്ടേ അത് വായിക്കുമ്പോ എങ്ങനെയാവും തലയെട്ട് സിനിമയില് ദിലീപ് വായിക്കില്ലേ രാമനോ തോർത്തില്ല ലക്ഷ്മണനോ മുണ്ടില്ല അങ്ങനെയൊക്കെയാണോ രാമനതോർത്തില്ല ലക്ഷ്മണനോ മിണ്ടിയില്ല. എനിക്ക് ഇത് ചിരിച്ചിട്ട് കണ്ണീന്ന് വെള്ളം വന്നു ആ ഭാഗം കാലിച്ചിട്ടേ. അല്ലാന്ന് എനിക്കത് ഓർമ്മ ഒന്നും പറയാ ചേട്ടൻ വായിച്ചു കൊടുക്കും. ഞാൻ വായിക്കുമ്പോഴും തെറ്റില്ല, ഞാൻ വളരെ നന്നായി അത് വായിക്കും. അടുത്തത് ഷാജി ജോർജ് തോമസ്. ദൈവമേ അജുവിന്റെ തലയിൽ ഒന്നും വീഴരുതേ എന്ന പ്രാർത്ഥന ആയിരുന്നു. സരിത അവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം. എന്തുട്ടാ വീണ ചേട്ടന്റെ തല എവിടെ പണിയെടുക്കും വലുതോ ഉണ്ടാവും. അടുത്ത ശ്രീദേവി സുരേഷ്. അജു ചേട്ടാ ആ തൂണ് ഒറ്റയ്ക്ക് എടുക്കുന്നത് പേടിയോടെയാണ് കണ്ടിരുന്നത്. ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യല്ലേ, നടുവെങ്ങാനും വിലങ്ങിയാലോ. കർക്കടക മാസം കൂടിയാണ്. പണി കഴിഞ്ഞ് സഞ്ചിയും തൂക്കിയുള്ള പോക്കും ആ നിലത്തിരുന്നുള്ള കഞ്ഞൂടി നിഷ്കളങ്കമായ ചിരിയും എല്ലാം കണ്ടപ്പോൾ പാവം തോന്നി. അജു ചേട്ടാ നിങ്ങളൊരു ശുദ്ധം തന്നെ. സരിതക്കുട്ടി ജഗ്ഗൂട്ട എല്ലാവരെയും ഒരുപാട് ഇഷ്ടം. സന്തോഷം. അടുത്തത് ബിന്ദു ധനജൻ. അജു സിമെന്റുകാൽ കുഴിയിലേക്ക് വെക്കുന്നത് ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് കണ്ടത്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതുപോലുള്ള പണികൾ ചെയ്യാൻ പാടുണ്ടോ? സരിത പറഞ്ഞിരുന്നതല്ലേ, കേൾക്കില്ലല്ലോ. ബാക്കിയുള്ളത് ആരെങ്കിലും സഹായത്തിന് വിളിച്ച് ചെയ്യണം കേട്ടോ. പറമ്പ് കാണാൻ എന്താ ഭംഗി. എലപ്പുലയേലോ സന്ദർഭത്തിന് ചോദിച്ചതായി. ലാസ്റ്റ് ഭാഗം തിരിച്ചുവരവ്, നിലവിളക്ക്, കഞ്ഞികൂടി എല്ലാം ഒരു സിനിമ കണ്ടതുപോലെ. അത് നമുക്ക് ഈ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പോലെയാണ് ഞാൻ അത് ചെയ്തു തുടങ്ങുന്നത്. ഭയങ്കര സന്തോഷമായിട്ട് ധാരാവി എന്ന് കേട്ടിട്ടില്ലേ. അടുത്തത് ഷിജി പുന്നോക്കിൽ. അജു ചേട്ടാ ഒറ്റയ്ക്ക് ചെയ്യല്ലേ, ആ വെയിറ്റ് ഉള്ളത് പിന്നീടാവും പെയിൻ അറിയാ. ചേട്ടൻ്റെ കൃഷിത്തോട്ടം അടിപൊളിയാകുന്നുണ്ട്. നല്ലൊരു വിളവെടുപ്പ് ചേട്ടനെ കാത്തിരിക്കുന്നു. സരിത ചേച്ചി പറഞ്ഞ പോലെ വളം ചെയ്യാനുള്ള സമയമാകുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്തോളൂ കേട്ടോ. സരിത ചേച്ചി ചേട്ടൻ ജോലി ചെയ്യുമ്പോൾ ഉള്ളത് നല്ലതാ. ഉണ്ടെങ്കിൽ ചേട്ടൻ ആ വെയിറ്റ് ഒറ്റയ്ക്ക് എടുക്കില്ലായിരുന്നു. ലവ് യു ഡിയേഴ്സ്, ഗോഡ് ബ്ലസ് യു. നമുക്ക് ഭയങ്കരമായ വിളവൊന്നും വേണ്ട. നമുക്ക് സാധാരണ ഇവിടെ പൊട്ടിച്ചും അതുമൊക്കെ ആയിട്ട് ആവശ്യത്തിന് മാത്രം ഒരു കഞ്ഞിക്കുള്ള കൂട്ടാനുള്ള സാധനങ്ങൾ മാത്രം കിട്ടിയാൽ മതി. അല്ലാണ്ട് വലിയ ഇതുകളൊന്നും ഇല്ല, ആഗ്രഹങ്ങളൊന്നുമില്ല. കുറെ ഉണ്ടായി കാണുമ്പോ ഒരു സന്തോഷമാണ്. അല്ല ഉണ്ടായി കഴിയേണ്ട സന്തോഷം അതൊക്കെ ആളുകൾക്ക് കൊടുക്കാമല്ലോ. നമുക്ക് പയറൊക്കെ നന്നായിട്ട് ഉണ്ടാവുമ്പോ ഇഷ്ട, കൂർക്ക നന്നായിട്ട് ഉണ്ടാവുമ്പോ ഇഷ്ടമാണ്, കൈപ്പക്കായ ഉണ്ടാവുമ്പോ ഇഷ്ട, വെണ്ടക്കായ ഉണ്ടാവുമ്പോ ഇഷ്ട, വഴുതനങ്ങൊന്നും കുറെ ഉണ്ടാവുമ്പോ വലിയ ഇഷ്ടമില്ല. അത് പിന്നെ അത് പിന്നെ ആർക്കും കൊണ്ടുപോയി കൊടുത്താലും അധികം ആർക്കും ആവശ്യമില്ല. എന്തോണോ വീട്ടിലേക്ക് കൊടുക്കും അമ്മ. അവിടേക്ക് ഇഷ്ട. പിന്നെ നമ്മുടെ സുജിതയ്ക്കും കൊടുക്കും, പിന്നെ സജീവന് കൊടുക്കും, പിന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ പച്ചക്കറി. പിന്നെ ഇല്ലാത്തതൊക്കെ ചെറുകേട്ടനും അവരൊക്കെ വന്നിട്ട് ഇവിടുന്ന് പൊട്ടിച്ചു കൊണ്ടുപോകും. അടുത്തത് ഷിജി പുന്നോക്കിൽ. ഹായ്, സരിത ചേച്ചിയുടെയും ജഗ്ഗൂട്ടൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെ. തണുപ്പായതുകൊണ്ടാവും ചേച്ചിക്ക് ചൂടുള്ള ഫുഡ് കഴിക്കൂ കേട്ടോ. നിങ്ങൾ രണ്ടാളും കിടക്കുന്ന കണ്ടപ്പോൾ സങ്കടമായി. മഴയത്ത് ഇറങ്ങല്ലേ കേട്ടോ. അജു ചേട്ടാ ശ്രദ്ധിക്കണം കേട്ടോ. സരിത ചേച്ചി ജഗ്ഗുവിൻ്റെ ചെറുപ്പത്തിലെ കഥ പറഞ്ഞപ്പോൾ എൻ്റെ മോള് പറയുന്നത് ഓർമ്മ വന്നു. 4 വയസ്സ് കഴിഞ്ഞു. അവൾ കാർട്ടൂൺ വെച്ച് വൈകിട്ടത്തെ സ്നാക്സ് കഴിക്കുമ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേൾക്കാൻ ഞാൻ ചോദിക്കും, അച്ഛനും അമ്മയും സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ. അജു ചേട്ടൻ്റെ കൃഷിത്തോട്ടം സൂപ്പറാണ് കേട്ടോ. ചെരുപ്പിടാതെ നടക്കല്ലേ. കാലിൽ കൂടെ തണുപ്പ് കയറും ചേട്ടാ. ക്ലൈമറ്റ് മോശമല്ലേ. സ്നേഹം കൊണ്ട് പറയാണ് കേട്ടോ. ചേച്ചിക്ക് നല്ല ക്ഷീണമുണ്ട്. ചൂടോടെ കഞ്ഞി ഇടയ്ക്കിടയ്ക്ക് കുടിക്കൂ കേട്ടോ. രാധാകൃഷ്ണൻ. അജു ചേട്ടാ അവരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പലർക്കും പനി, കൗണ്ട് കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. 2 പേരുടെ അസുഖം പെട്ടെന്ന് മാറട്ടെ. പിന്നെ VGS നായർ. എത്രയും വേഗം സുഖാവട്ടെ. അജുവിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പ്രമുഖ നടിയുടെ കയ്യിലെ ഞരമ്പുകൾ പോലും സൂക്ഷിച്ചു നോക്കുന്നുണ്ടെന്ന വാസ്തവം കേട്ടപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്കാരൻ അത്ര ശരിയല്ല. അത് ഞാൻ ഈ ഇതിലാണ് കണ്ടപ്പോഴാണ് ഇതിങ്ങനെ ഈ മഞ്ജു വാര്യർ ഇങ്ങനെ വരുന്നത്. എന്തുകൊണ്ട് ഒരു ഉദ്ഘാടനത്തിൻ്റെ ഇതിന് ഇങ്ങനെ വരുമ്പോഴേ ഇങ്ങനെ പിടിച്ചിട്ടാണോ വരുന്നത്? ആ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഈ ഞരമ്പുകൾ ഇത് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെയുണ്ട് കാണണേ. അങ്ങനെ കണ്ട് പറഞ്ഞാണ്. അല്ലാണ്ട് ഞാൻ മഞ്ജു വാര്യനെ കണ്ടിട്ട് ഞാൻ എപ്പോഴും ഏത് സിനിമയിലെ മഞ്ജു വാര്യനെ കണ്ട നമ്മുടെ വടക്കനാഥൻ്റെ അവിടെ വെച്ചിട്ടാണ് അന്ന് കണ്ടിട്ടുള്ളത്. കുറേ 1996 അങ്ങോട്ട് കണ്ടിട്ടുള്ളത്. തൃശ്ശൂർ ഏത് സിനിമയുടെ ഷൂട്ടിംഗ് കണ്ടായിരുന്നു? വടക്കനാഥൻ്റെ അവിടെ ഷൂട്ടിങ്ങിനാണോ എന്തിനാണെന്നറിയില്ല, എന്തോ ഇതിന് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എത്ര കൊല്ലം മുമ്പ് അന്ന് കണ്ടതാ ഈ കൈമേ? അല്ല, ഇപ്പൊ TV മറ്റേത് കണ്ടിട്ടുള്ളതാണ്, യൂട്യൂബില്. പ്രിയ ജോഷി. പെട്ടെന്ന് സുഖാവട്ടെ. എന്തു പറ്റി എന്ന് പേടിച്ചു. 2 ആൾക്കും പെട്ടെന്ന് അസുഖം വരുന്നല്ലോ. സരിതക്കുട്ടി ഒരുപാട് ഡയറ്റ് നോക്കി ഫുഡിന്റെ രീതിയിൽ മാറ്റം വരുത്തുമ്പോൾ എല്ലാവർക്കും അത് ചേരില്ല. ഡയറ്റും ഈ വന്ന ഛർദിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ
ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ അവിടെ കിടപ്പില്ലാവും. അപ്പോൾ അച്ഛൻ്റെ നിന്ന് നല്ല ചീത്തയും കേൾക്കും, മര്യാദയ്ക്ക് നല്ല ഭക്ഷണമൊന്നും കഴിക്കാണ്ട് കണ്ടില്ലേ ഒരു പനി വരുന്നപ്പോഴേക്കും തളർന്ന് അവിടെ കിടപ്പായി എന്ന് പറഞ്ഞിട്ടേ. അങ്ങനെയാണ്. ഛർദ്ദിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ക്ഷീണം വരുമല്ലോ, പെട്ടെന്ന് ക്ഷീണിക്കും ഛർദ്ദിക്കുമ്പോൾ. പിന്നെ ഇത് രാവിലെ തുടങ്ങിയ ഛർദ്ദിയല്ല, വൈകുന്നേരം ആയപ്പോഴത്തേക്കും വയ്യാണ്ടായി. പിന്നെ ഡയറ്റിങ് എന്ന് പറയുമ്പോഴില്ലേ, ചോറുണ്ണല് ഞാൻ കുറച്ചു. രാവിലത്തെയും രാത്രിയിലത്തെയും ചോറുണ്ണല് നിർത്തിയിട്ട് അതിന് വരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ഫുഡായി മാറി കഴിക്കണത് ഇപ്പോൾ. പിന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ടത് കിട്ടാത്തപ്പോൾ പ്രതിരോധശേഷി നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്കെല്ലാം അറിയാം, എന്നാലും വയ്യാതെ കണ്ടപ്പോൾ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോകുക കേട്ടോ. ഇത്തിരി വെയിറ്റ് ഒക്കെ ഇരുന്നോട്ടെ, അസുഖം ഇല്ലാതെ പോയാൽ മതി. അടുത്ത സൂസൻ ജോസഫ്, ഗെറ്റ് വെൽ സൂൺ ബോത്ത് ഓഫ് യു, ടേക്ക് കെയർ. മൈ മെസ്സേജ്, സരിത ആൻഡ് അജു നെവർ റീഡിങ് ബട്ട് ഐ ആം പ്രേയിങ് ഫോർ യുവർ ഫാമിലി സേഫ്. ഐ ആം ഫ്രം ലണ്ടൻ, 25 years I live here. I like your all videos. I was watched most of your videos. I hope you will read my message. വായിച്ചു കേട്ടാ ചേച്ചി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് സന്തോഷം, താങ്ക് യു. അടുത്തത് ഉഷ അയ്യപ്പൻ, സരിത മത്തങ്ങക്കറി സൂപ്പർ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് സംശയിച്ചു, മടിച്ചാണ് വെച്ചത്. പക്ഷേ എൻ്റെ പ്രേക്ഷകരെ ധൈര്യമായി വെച്ചോ, സൂപ്പർ, ഞാൻ ഗ്യാരണ്ടി. ഈ ചേച്ചിയില്ലേ നമ്മൾ വീഡിയോ ഇട്ട അന്ന് തന്നെ ഈ കമന്റ് ഇട്ടേക്കണു. അപ്പോൾ ഈ വീഡിയോ കണ്ട അപ്പം തന്നെ പോയി ആള് വെച്ചു എന്ന് തോന്നുന്നുണ്ട്. 5 minute മതി ഇത് വെക്കാനായിട്ട്. അപ്പം തന്നെ ആള് വെച്ചിട്ട് ആണ് ഈ ഇതിട്ടുണ്ടായിരുന്നത്. പ്രേക്ഷകരെ ധൈര്യമായിട്ട് വെച്ചോളൂ, സൂപ്പർ കറിയാണ്. അടുത്തത് ലതാ എൻ എന്നാണോ അതോ ലാട്ടൻ എന്നാണോ? ലതാ എന്നാന്ന്. ഹലോ, ടുഡേ ഐ മെയ്ഡ് ദിസ് റെസിപ്പി ആൻഡ് ഇറ്റ് കെയിം ഓസം. ഇതന്നെ കേട്ടാ, റിയലി ഗ്രേറ്റ്, സൂപ്പർ. ഐ ഡോണ്ട് നോ ഹൗ മച്ച് തംസ് അപ്പ് ഐ ഷുഡ് ഗീവ്, സോ മച്ച് ഐ ലൈക്ഡ് ഇറ്റ്. കൺവേ മൈ സ്പെഷ്യൽ താങ്ക്സ് ടു ദാറ്റ് സിസ്റ്റർ. സോറി ഐ ഫോർഗോട്ട് ഹെർ നെയിം. ആ ഛത്തീസ്ഗഡിലത്തെ ചേച്ചിയുടെ പേര് ലീന ചേച്ചി. ആ ചേച്ചിക്ക് താങ്ക്സ് പറയാൻ. ആൻഡ് അജു ഫോർ നോട്ട് ഓൺലി മേക്കിംഗ് യു ടെംപ്റ്റഡ് മീ ബൈ യോർ ടേസ്റ്റിംഗ് ആൻഡ് ഷെയറിംഗ് വിത്ത് സരിത ആൻഡ് ജഗ്ഗു, കമ്പൽഡ് മീ ടു പ്രിപ്പയർ ദിസ്. ചേട്ടൻ ഇത് വെറുതെ ഉണ്ടാക്കാൻ മാത്രമല്ല ചെയ്തതെന്ന്, ഈ ചേച്ചീനെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന്. ചേട്ടൻ്റെ ആ ഉണ്ടാക്കലും കഴിക്കലും ഞങ്ങളെ കഴിപ്പിക്കലും ടേസ്റ്റ് പറയലൊക്കെ കൂടി കണ്ടപ്പോഴേ ആ ചേച്ചീനെ ഫോഴ്സ് ചെയ്തതെന്ന് ഉണ്ടാക്കാൻ വേണ്ടി, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഐ എം സ്റ്റിൽ സ്മെല്ലിങ് മൈ ഹാൻഡ് ആഫ്റ്റർ മൈ ലഞ്ച്, ദാറ്റ്സ് വൈ ഐ എ ലിറ്റിൽ റേറ്റ് ടു കമന്റ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഇത് വയറിനും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ പച്ചക്കറിയാണല്ലോ കൂടുതൽ ചെല്ലണത്, അടിപൊളി സാധനം. അടുത്തത് സപ്ന കേക്ക്, മത്തങ്ങക്കറി സൂപ്പർ, ഡയറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ ഡിഷാണ്, ഹെൽത്തിയാണ്. താങ്ക്സ് ടു ഛത്തീസ്ഗഡ് ചേച്ചി, താങ്ക്സ് ടു അജു ആൻഡ് സരിത. ലീന ചേച്ചി കേൾക്കണില്ലേ, സരിതയ്ക്ക് കൂട്ടാൻ പറ്റിയതാണ്. ഡയറ്റിംഗ് പറഞ്ഞിട്ടില്ലേ? ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഭയങ്കര ഡയറ്റിംഗ് ഒന്നും ചെയ്യില്ല. ഞാൻ അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ലല്ലോ, ഞാൻ വിചാരിച്ച വെയിറ്റിലേക്ക് എത്തി, 50-49 എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് വെയിറ്റ് കുറയ്ക്കണ്ട. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു 2 കൊല്ലം 3 കൊല്ലം മുന്നോട്ട് ഒരു പനി വന്നിട്ട് ഇവിടെ ഒരു വേദന വന്നു, ഭയങ്കര പനി മരുന്ന് കഴിച്ചിട്ട് പനിയും കുറയണില്ല, ഈ വേദനയും ഭയങ്കര വേദന. അപ്പോൾ ഇനി കിഡ്നിക്ക് വല്ല കുഴപ്പമുണ്ടോ, വല്ല സ്റ്റോൺ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയും ലിവറും കുടലിനും അങ്ങനെയുള്ളതിന് ഒരു കുഴപ്പമില്ല, യൂട്രസിൻ്റെ ഉള്ളിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്നിട്ട് ഗൈനക്കോളജിസ്റ്റിനെ അന്ന് കണ്ടോന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പീരീഡ്സ് റെഗുലർ അല്ലേ, വേറെ കുഴപ്പങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇടയ്ക്ക് ഒരു 6 മാസമൊക്കെ ഒന്ന് കൂടുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്താൽ ഇത് ചിലപ്പോൾ മിക്കവാറും അതൊക്കെ. പിന്നെ അതുപോലെ ഓവറിലും കുറേ സിസ്റ്റൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ ചുങ്ങിപ്പൊക്കോളും, മിക്കവാറൊക്കെ ചുങ്ങിപ്പൊക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെയ്തൊന്നുമില്ല. പിന്നെ ഒരു 5-6 മാസം മുന്നേ കിടാൻ തോന്നുന്നുണ്ട് പോയിട്ട് സ്കാൻ ചെയ്തേ, വയറൊന്ന് വെറുതെ യൂട്രസൊക്കെ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ ആ ഫൈബ്രോയിഡൊക്കെ വലുതായി, മാത്രമല്ല PCOD തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ PCOD സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഇനി ചിലപ്പോൾ ഭയങ്കര ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും, തടി വയ്ക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ എന്തിട്ട് ചെയ്യണ്ടേ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലേ, ഫുഡൊന്ന് കൺട്രോൾ ചെയ്തോ, ഡയറ്റ് കൺട്രോൾ ചെയ്തോ, കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണമൊക്കെ കുറയ്ക്കുക, ഷുഗർ കട്ട് ചെയ്യുക, അപ്പോൾ അത്രയൊക്കെ മതി എന്ന് പറഞ്ഞു. പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ നേരത്തെ എണീക്കലും യോഗ ചെയ്യലും പിന്നെ ഈ ഫുഡ് കൺട്രോൾ ചെയ്യലൊക്കെ തുടങ്ങിയത്. അപ്പോൾ ആ PCOD ഇനി കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ കേട്ടാ. PCOD ഫുൾ ഫോം വന്നിട്ട് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം.
ഞാനത് ചോദിച്ചിട്ടില്ല, നീ അത് പറഞ്ഞിട്ടില്ലേ? PCOD ഡിസീസ് ലാസ്റ്റ് PCOD എന്ന് ചിലതിലാണ് PCOS എന്ന് കാണാൻ അടുത്ത തോന്നുന്നുണ്ട് എൻ്റെ ഫുൾ ഫോം. സ്നേഹലത നായർ, ലവ്ലി പിങ്ക് ഡ്രസ് ബോത്ത് ഓഫ് യു. പംകിൻ ഈസ് ബെസ്റ്റ് ഫോർ ഹെൽത്ത്, ഗുഡ് ടു ക്യൂർ ആസ്മ ഓർ വീസിങ്. The seeds have magnesium and phosphorus and zinc. The seeds helps calcium absorption due to magnesium, zinc and fiber. It also helps in good sleep. എൻ്റെ പൊന്നേ, മത്തങ്ങയുടെ കുരുവിൻ്റെ ഗുണങ്ങളാണ് നീ പറയുന്ന വലുതും കേൾക്കണ്ട. കേട്ടു. മത്തങ്ങ റെസിപ്പി സൂപ്പർ, വിൽ ട്രൈ ദിസ്. സെയിം റെസിപ്പി ഓഫ് മത്തങ്ങ വിത്ത് tamarind water instead of curd will also be great. തൈരിന് പകരം പുളിവെള്ളം ഒഴിച്ചിട്ട് ചെയ്താൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുന്നു. പിന്നെ മത്തങ്ങ കുരുവിൻ്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞേ, ആസ്മയ്ക്ക് നല്ലതാണെന്ന് മത്തങ്ങ. കുറുങ്ങലൊക്കെ വരില്ലേ കമ്പടഞ്ഞിട്ട് അത്. പിന്നെ മെഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, ഉറക്കം കിട്ടാനും നല്ലതാണ്. ചേട്ടന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല, എവിടെ കിടന്നാലും ഉറങ്ങും. അടുത്തത് ബിന്ദു ധർമ്മരാജ്, ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കുംഡ എന്നാൽ മത്തങ്ങയാണ്, ഘടി എന്നാൽ കറി എന്നാണ് അർത്ഥം. മത്തങ്ങയെ ഹിന്ദിയിൽ കദ്ദു എന്നും പറയും. മത്തങ്ങയുടെ മസാലക്കറിയും ഉണ്ടാക്കും. ഈ കറിയുടെ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാറുള്ളത്. ഈ സാധനല്ലേ. അടുത്തത് അംബിക നീരജ്, വെരി ക്യൂട്ട് ഫാമിലി ആൻഡ് വേ ഓഫ് പ്രസന്റേഷൻ സ്പീക്സ് സിംപ്ലിസിറ്റി. എവറി ഡേ ഐ യൂസ് ടു വാച്ച് യുവർ വീഡിയോസ് ഗൈസ്, എവറി ഡേ ഐ ലവ് ഇറ്റ്, എസ്പെഷ്യലി അജൂസ് വേ ഓഫ് presentation in typical Thrissur slang. I am also from Thrissur, Irinalakuda. Stay blessed. ചേട്ടൻ്റെ സംസാരം അവതരണ രീതിയും ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് വിയന്ന, തേങ്ങയ്ക്ക് വില കൂടിയപ്പോൾ അജുവിൻ്റെ തേങ്ങ സരിത മോഷ്ടിച്ചു, അത് അങ്ങ് തിരിച്ചു കൊടുത്തേക്കുക. അജുവിൻ്റെ കയ്യിൽ ആ തേങ്ങ ഇരിക്കുന്നതാണ് ഭംഗി. അത് ഇവിടെ തൃശ്ശൂക്കാരെല്ലാവരും പറയും. ചേട്ടത്തിന് അധികമെന്ന് മാത്രം പറയണത്, എല്ലായിടത്തും ആവശ്യമുള്ളിടത്തില്ലാത്തടത്തൊക്കെ തേങ്ങ പറയും. നമുക്ക് എന്നിട്ടെങ്കിലുമൊക്കെ ഒരു ദേഷ്യം വന്നിട്ട് എന്തൊട്ട് തേങ്ങിയത് അങ്ങനെ നമ്മൾ പറയും. എല്ലാവരും പറയും, തൃശ്ശൂക്കാരെല്ലാവരും പറയും. ജയരാജ് വാര്യരുടെ ഷോ ഉണ്ട്, അതിൽ കണ്ടു നോക്കുക, പറയാം തൃശ്ശൂക്കാർ തേങ്ങാൻ എങ്ങനെയാണ് തേങ്ങ അല്ലേ ഒരു ഷോയില് കറക്റ്റ്. ആൻസ്, ഗുഡ് മോർണിംഗ് അജു, സരിത ആൻഡ് ജഗുമോൻ, ഹാപ്പി ടു സീ യു ഓൾ. Sarida is a bit tired. Jagumon is quite okay. Today's North Indian recipe variety dish ആണല്ലോ. Very little ingredients, added preparation method, very simple and easy. Definitely prepare today for lunch. Thank you for sharing this recipe. Love you all. Bye. അടുത്തത് സുമാക്കെ, ഈ കറി എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ ടൈം എൻ്റെ ഹസ്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ നോൺ വെജ് കഴിക്കില്ല, ഒരു അടുക്കളപ്പണിയും അറിയില്ല. 28 ഇയേഴ്സായി. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നു. ഉത്തരേന്ത്യയിൽ പോയിട്ടുണ്ടാവും. അല്ല, അവരൊക്കെ അറിയാനുള്ളത്. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഈ ചേച്ചി അങ്ങോട്ട് പോയിണ്ടാവും. അവര് ചിലപ്പോൾ അവിടെ സെറ്റിൽ ആയിക്കണെച്ചെങ്കിൽ ആ ചേട്ടനൊക്കെ. അടുത്തത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. ഒരു സാധനം നല്ലതാണെന്ന് നമുക്ക് മനസ്സിലായാൽ അത് മറ്റുള്ളവരോട് പറയുന്നത് എന്ത് തെറ്റാണുള്ളത്? പ്രമോഷനോ പരസ്യമോ ഇല്ലാതെ എങ്ങനെ ആളുകൾ അതിനെക്കുറിച്ച് അറിയും? എങ്ങനെ സംരംഭങ്ങൾ മുന്നോട്ട് പോകും? പ്രമോഷൻ ചെയ്തതിനെ കക്കുന്നതിനോട് താരതമ്യം ചെയ്തു എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി. അങ്ങനെ താരതമ്യം ചെയ്ത ആളുടെ നിലവാരം എന്തായിരിക്കും? ചിലർ അങ്ങനെയാണ് നമ്മളിൽ വിഷം നിറയ്ക്കാൻ ശ്രമിക്കും. അത് മൈൻഡ് ചെയ്യണ്ട. അടുത്തത് ഇറ്റ്സ് ട്രാവൽ ടൈം. 2032 അജു സിനിമയിൽ നല്ലൊരു കഥാപാത്രം അവതരിപ്പിക്കും. അശരീരി. എനിക്ക് വേണ്ട സിനിമയിൽ അഭിനയിക്കുന്ന വേണ്ട. അങ്ങനെ പറയരുത് പ്ലീസ്. മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം. താങ്കൾ അങ്ങനെ പറയരുത് പ്ലീസ്. ആ നഷ്ടം മലയാള സിനിമ സഹിക്കട്ടെ. നീ ഒന്നും എന്നെ അറിയിക്കുന്നില്ലടാ. അടുത്തത് നെവിൻ ഫെർണാണ്ടസ്. കുംഡ ഘടി കണ്ടിടത്തോളം നല്ല ടേസ്റ്റി ഐറ്റം ആണെന്ന് തോന്നുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അജു ചേട്ടാ, ആരേലും വന്ന് നമ്മളെ ട്രോളിയാൽ അപ്പം തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്നത് പോലെ കൊടുക്കണ്ടേ മറുപടി? അജു ചേട്ടൻ കിളി പോയ പോലെ ഇരുന്ന് കാണും. സരിത ഉണ്ടായിരുന്നാൽ ഓൻ മേലാൽ ആരെയും ട്രോളാൻ പോകില്ല. ഇല്ല, ചേട്ടൻ വളരെ മാന്യമായിട്ട് ആൾക്കാരോട് സംസാരിക്കുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടാ. പക്ഷേ ഇങ്ങനത്തെ ഭയങ്കരമായിട്ട് നമ്മളെ ചൊറിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യും. പതുക്കെ ഞാൻ തമാശയെ പറയണ പോലെ തമാശയിൽ ഇനി ഞാനും തിരിച്ചു പറയുള്ളൂ, അല്ലാണ്ട് ദേഷ്യപ്പെടാനും ഇങ്ങനെ നിൽക്കില്ല. അടുത്തത് ഷീജ മോഹൻദാസ്. അജു സരിത സുഖമായി വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. മത്തങ്ങ പച്ചയ്ക്കും കഴിക്കാം, ഷുഗറിന് നല്ലതാണ്. അതിൻ്റെ കുരു ഉണക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ മത്തങ്ങ വാങ്ങി വയ്ക്കാറുണ്ട് പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്.
മോനെ ഇപ്പോൾ പരീക്ഷ തുടങ്ങിയില്ലേ, സുഖമായോ, രണ്ടുപേരുടെയും ക്ഷീണമൊക്കെ മാറിയില്ലേ? സ്നേഹത്തോടെ ഷീജ. ക്ഷീണമൊക്കെ മാറി. അടുത്തത് ഷാജിർ പയ്യമ്പടി. ഹായ് അജു ഏട്ടാ, സരു ആൻഡ് ജഗ്ഗു, സുഖം തന്നെയല്ലേ? ഇന്നത്തെ മത്തങ്ങക്കറി സൂപ്പർ, പകുതിയോളം ടേസ്റ്റ് നോക്കി തീർത്തല്ലേ? എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ് ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത് തിന്നുന്നത്. എൻ്റെ ഒരു ചേട്ടനും പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ആളാ സ്വഭാവം മാറ്റി. അതൊന്ന് നല്ലോണം പാകമായിട്ട് നിങ്ങൾക്ക് തന്നെ ആസ്വദിച്ച് കഴിച്ചുകൂടെ? എന്തിനാണ് ഇത്രയും കൊതി? എനിക്ക് അജു ചേട്ടനിൽ ഇഷ്ടമില്ലാത്ത ഏക സ്വഭാവമാണ് ഇത്. അതർവൈസ് ഓൾ സൂപ്പർ. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ വ്ളോഗ്. അവസാനം കൊതിയായിട്ടല്ല, അതങ്ങനെ ഒരു ശീലമായി, അതൊരു രസമാണത്. നമുക്ക് ചെയ്യുന്നവർക്കത് എടുത്ത് തിന്നുമ്പോഴേ ഒരു രസമാണ്. ചെയ്യാറില്ല, ഇവരൊന്നും ചെയ്യാറില്ല. അടുത്തത് ആതിര CM. ഹായ് അജു ചേട്ടൻ ആൻഡ് സരിത ചേച്ചി, ഞാൻ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ വീഡിയോയ്ക്ക് കമന്റ് ഇടുന്നത്. വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാനും തൃശ്ശൂരാണ്, വീട് ചേറ്റുപുഴ. സാവിത്രി ചേച്ചീനെ എനിക്കറിയാം, അമ്മായിനെ. ഞാനിപ്പോൾ സൗദിയിലാണ്. മിക്ക വീഡിയോസ് കാണുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് കാണാറുള്ളത്. ഇന്ന് ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ സരിത ചേച്ചി സ്റ്റെപ്പിൽ നിന്ന് വേഗം എണീറ്റ് നിന്നു. കൂടെ ജഗ്ഗു. അജു ചേട്ടൻ്റെ 2 സൈഡിൽ ആയി നിൽക്കുന്നത് കണ്ടപ്പോൾ സ്കൂളിൽ ബെല്ലടിക്കാൻ കാത്തു നിൽക്കുന്ന കുട്ടികളെ പോലെ തോന്നി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണതിനേക്കാളും മുന്നേ നമ്മൾ കണ്ടു നോക്കില്ല. അപ്പം ലാസ്റ്റത്തെ അത് കണ്ടപ്പോഴേ ശരിക്കും എനിക്ക് തോന്നുന്നത് എന്തൊട്ട് അഞ്ചരണി ജനഗണമന ചെല്ലുമ്പോൾ നമ്മൾ എണീറ്റ് ഇങ്ങനെ അറ്റൻഷൻ ആയിരുന്നില്ല, അതുപോലെ തോന്നി എനിക്ക്. എന്നിട്ട് ഞങ്ങളത് പറയുകയും ചെയ്തു, അതുപോലെ ഉണ്ടെന്ന്. അടുത്തത് രാഗിണി ദേവി MR. ഗുംഖാഗഡി കൊള്ളാലോ. അയ്യോ, എന്നിട്ട് അതിന്റെ ശരിക്കും പേര് മാന്യനായ അജു അയാളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. മൗനം വിദ്വാന് ഭൂഷണം. ഉരുളയ്ക്കുപ്പേരി പോലെ ഉത്തരം പറഞ്ഞാൽ അയാളുടെ സ്റ്റാൻഡേർഡേ ഉണ്ടാവുകയുള്ളൂ. നന്നായി അജു. അതന്നെ, അതാണ് ശരി. അടുത്തത് റിയാസ്. അജു കഴിഞ്ഞ ഓണത്തിന് അടുത്തത് റിയാസ്. അജു കഴിഞ്ഞ ഓണത്തിന് ഒരാൾ വീട്ടിൽ വന്ന് മോഷണകഥ പറഞ്ഞ് അത് പ്രൊമോഷൻ വീഡിയോയുമായി കൂട്ടിക്കെട്ടിയ കഥ സരിതയോട് പറഞ്ഞപ്പോൾ സരിത, അയ്യോ എന്നെ വിളിക്കാൻ പാടില്ലേ, വേണ്ടാത്ത സമയത്ത് നാഴേക്ക് 40 വട്ടം ചരിതേ ചരിതേ എന്ന് വിളിക്കുമല്ലോ. അപ്പോൾ എന്താ നാവിറങ്ങിപ്പോയോ? ഷേ, എനിക്കതിന് മറുപടി കൊടുക്കാഞ്ഞിട്ട് നാക്ക് ചൊറിഞ്ഞു വരുന്നു. എന്താ ചേട്ടാ എന്നെ വിളിക്കാഞ്ഞ്? അജു, എടി ഞാൻ അപ്പോൾ വായും പൊളിച്ച് നിൽക്കായിരുന്നില്ലേ, പിന്നെ എങ്ങനെ നിന്നെ വിളിക്കും? ചേട്ടായിൽ പറയുന്നുണ്ട്, ഞാൻ വായും പൊളിച്ച് നിന്നു. അടുത്തത് വീണ ഹർഷൻ. നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കണ്ടപ്പോൾ കൂടെ സംഘടിപ്പിക്കാനാണോ? വേഗം ചെന്ന് യൂട്യൂബിൽ നോക്കി. അപ്പോൾ എൻ്റെ മനസ്സിൽ ക്യാപ്ഷൻ ഇട്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലാവോ, തെറ്റിയതാവോ എന്ന് വിചാരിച്ചു. വീഡിയോ കണ്ടപ്പോഴെല്ലാം മനസ്സിലായി. അയ്യോ, കണ്ടിട്ട് വായിൽ വെള്ളം വന്നിട്ട് എന്തായാലും ഈ കറി വെക്കും. പകർന്നു കൊടുക്കും തോറും കൂടുന്ന അറിവ് മാത്രമാണ് നമ്മുടെ കയ്യിൽ തീർന്നു പോകാത്തതും. പോയിരുന്നു പഠിക്കും ജഗ്ഗു, ഒരുപാട് ഇഷ്ടം. അടുത്തത് റഹീന. വീഡിയോ കണ്ടാൽ അയാൾ ഒരു വരവും കൂടി വരും, അപ്പോൾ ചോദിച്ചാൽ മതി സരിതേ. അടുത്തത് മിയ ഫ്രാൻസിസ്. ഇത് ഹിന്ദിയിൽ പറയുമ്പോൾ ഇത്ര പ്രശ്നമില്ല. കുംഡാഗഡി. മീ ടു ഇൻ ഛത്തീസ്ഗഡ്. ഘടി ഈസ് മോസ്റ്റ് ലൈക്ക് അവർ പുളിശ്ശേരി. കുംഡ ഈസ് പംകിൻ. അടുത്തത് ആനന്ദ് തൃശ്ശൂർ. സരിത എങ്ങനെ മനസ്സിലായി ഇലക്ട്രിസിറ്റിയിലാണ് ജോലി എന്ന്? വീഡിയോയിൽ അജു ചേട്ടൻ സരിത അത് പറയുന്നവരെ ആ കാര്യം മിണ്ടിയില്ലല്ലോ. അതിന് അവിടെ ഇരിക്കുമ്പോ ഞങ്ങളുടെ ക്ലോസിലുള്ളതാണ് കണ്ടത്. പിന്നെ ഇവിടെ നിന്നിട്ട് ഞങ്ങള് വർത്താനം പറഞ്ഞിട്ട് പിന്നെയും കുറെ നേരം കൂടി വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. അത് അതിലിങ്ങനെ ആവശ്യമില്ലാത്ത കുറെ അത് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എണീക്കുമ്പോൾ തൊട്ടാണ് പിന്നെ അവിടെ ഞങ്ങളാണ് പിന്നെ വീഡിയോയിൽ കാണാം. അവിടെ കാണാൻ ഒരു കട്ട് അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ആൾക്ക് എന്നിട്ട് ജോലി ആൾ എവിടെയാന്നൊക്കെ. അങ്ങനെ അതാണ് കേട്ടാ. തലേബ് റോയ് പ്രണത. അയ്യേ, എനിക്കിഷ്ടായില്ല ഈ തൊലിഞ്ഞ മാങ്ങാത്തൊലി കൂട്ടാൻ. അറ്റ്ലീസ്റ്റ് അതിൽ കുറച്ച് ഉണക്കമീമി കൂടി ഇടാറുന്നു. ഞാൻ പോണു. മാങ്ങാത്തൊലി അല്ല, മത്തങ്ങേര തൊലിയല്ലേ. അടുത്തത് ആർട്ട് എറ. ഹലോ സരിതേച്ചി, ആ ചേട്ടൻ പറഞ്ഞ കളവിൻ്റെ കാര്യം നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ആദ്യം പ്രൊമോഷൻ വീഡിയോ ചെയ്തപ്പോൾ 10 രൂപ കിട്ടി, പിന്നെ ചെയ്തപ്പോൾ 100 രൂപ കിട്ടി, പിന്നെ ചെയ്തപ്പോൾ 1000 രൂപ കിട്ടി. അങ്ങനെ കാശ് കൂടുതൽ കിട്ടിയപ്പോൾ നിങ്ങൾ പ്രൊമോഷൻ വീഡിയോകൾ കൂടുതലായി ചെയ്യാൻ തുടങ്ങിയെന്നാണ് ആ ചേട്ടൻ ഉദ്ദേശിച്ചത്. അല്ല, നമുക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം 1 ലക്ഷം രൂപ കിട്ടി, പിന്നെ 10 ലക്ഷം കിട്ടി, പിന്നെ 1 കോടി കിട്ടി, അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഒരേ ലെവലിലുള്ള പൈസ കിട്ടില്ലോ. അല്ലാണ്ട് അതിന് വേറെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അനുസരിച്ച് കൂടുതൽ വാങ്ങിക്കണവരുണ്ടാവും. ഞങ്ങള് എല്ലാ പ്രൊമോഷനും ഒരിക്കലും പെയ്ഡ് അല്ല കേട്ടാ. നമ്മൾക്ക് ഇഷ്ടമായിട്ട് നമ്മൾ പൈസ വാങ്ങിക്കാണ്ട് ചെയ്യുന്ന പ്രൊമോഷനുകളും ഇതിനിടയിൽ വരുന്നുണ്ട്. അതെ. അടുത്തത് രജിത പ്രവീൺ കുമാർ.
എൻ്റെ കമൻറ്റ് എന്തായാലും വായിക്കണം. സരിത അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എൻ്റെ അച്ഛനെ പറ്റി ഓർത്തു. ഞങ്ങൾ 3 പെൺകുട്ടികൾക്കും കൂടി 120 പവനോളം കല്യാണത്തിന് തന്നിട്ട് ഒരു കടം പോലും ഇല്ലാതെ ഇതേപോലെ ദിവസം പണിയെടുത്തിട്ടാണ് ഞങ്ങൾക്കുണ്ടായ 6 മക്കൾക്കും അരഞ്ഞാണവും ചെയിനും വളയും എല്ലാം വാങ്ങിച്ചു തന്നു. അത് കഴിഞ്ഞ് പുതിയ വീടും വെച്ചു. പക്ഷേ 4 വർഷമേ ആ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 7 വർഷമായി. എല്ലാവർക്കും അച്ഛൻ പണിയെടുത്താൽ മതിയായിരുന്നു. പറമ്പിൽ കൊത്തുന്ന പണിയും കുറച്ച് കൃഷിപ്പണിയും ഉള്ള ജീവിതം. 8 മുതൽ 5 വരെ പണിയെടുക്കും. അത് കഴിഞ്ഞാൽ വീട്ടിലെ കൃഷിപ്പണിയും. അച്ഛൻ്റെ മരണം തീരാ ദുഃഖമാണ്. അച്ഛൻ അമ്മ ഒരുപാട് ഇഷ്ടം. അടുത്തത് ഹൈറുനിസ ആസിഫ്. അടിപൊളിയായിട്ടോ ഗാർഡൻ. അജു സര നിങ്ങളുടെ എല്ലാ വീഡിയോയും ചിരിയോടെ അല്ലാതെ കാണാൻ പറ്റാറില്ല. തുള്ളുന്ന ആളുടെ കഥ കേട്ട് കുറേ ചിരിച്ചു. പറയണോ പറയണ്ടേ എന്ന ചർച്ചയും തുടർന്ന് സരിതയും കൂട്ടിക്കൊണ്ടുപോയി ആ രംഗം അഭിനയിച്ച് കാണിക്കുന്ന അജു എളുപ്പമല്ലാട്ടോ എന്നും ഓർത്ത് ചിരിക്കാനുള്ള വകയുണ്ട്. അത് കണ്ടപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ നടന്ന കാര്യം ഓർമ്മ വന്നു. പൂരം നടക്കുന്നതിനിടയിൽ കരിങ്കാളി ഉറഞ്ഞു തുള്ളുകയായിരുന്നു. പാടത്തിൻ്റെ അരികിലായിരുന്നു അമ്പലം. നല്ല ചെളി. കരിങ്കാളി തുള്ളി തുള്ളി വഴുതി വീണതാണെന്ന് കാണികൾക്ക് തോന്നാതിരിക്കാൻ നല്ല കലിയോടെ എന്ന ആക്രോശത്തോടെ എണീറ്റ രംഗം മനസ്സിൽ മായാതെ നിന്നിരുന്നു. ഇന്ന് അജു കഥ പറഞ്ഞപ്പോൾ അത് ഓർത്തുപോയി. ഇനി ചെയ്യാനുള്ള പണികളും വേഗം ചെയ്ത് ഭംഗിയാവട്ടെ. സ്നേഹത്തോടെ. അടുത്തത് അനിത പ്രവീൺ. ചേച്ചി അച്ഛനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടവും സന്തോഷവും തോന്നി. അച്ഛൻ നമ്മുടെ കൂടെ ഉള്ളത് ഒരു ബലം തന്നെയാണ്. ദൈവത്തിന് തുല്യമാണ് അച്ഛനും അമ്മയും. ഇപ്പോൾ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനില്ല. മരിച്ചിട്ട് 19 വർഷം കഴിഞ്ഞു. മരിച്ചിട്ടും ഇപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ഇപ്പോഴും എനിക്കുണ്ട്. അച്ഛനെ ഓർക്കാത്തൊരു ദിവസം പോലുമില്ല. ഒരുപാട് ദുരന്തങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴും അച്ഛൻ കൂടെ ഉണ്ട് എന്ന ധൈര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അച്ഛന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ അത് നല്ല അച്ഛന്മാരായിരിക്കും കേട്ടാ. ചിലർക്ക് ഒരു ഭീകരമായ ഓർമ്മയായിരിക്കും. സ്വഭാവത്തിലുള്ളത് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഈ മക്കൾക്ക് അച്ഛന്മാര് ഹീറോകളാവണെങ്കിൽ. അടുത്തത് ജയ അശോക്. അജു ഞാൻ എപ്പോഴും ചോദിക്കാൻ ഓർത്തിട്ട് മറന്നു പോകുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അജു മാത്രം എന്താണ് കിണർ കുത്താത്തെ? കുഴൽ കിണർ കുത്തിയത്. പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാത്തിനും പറയാം. നമ്മുടെ ബാക്കിയുള്ള 5 വീട്ടിലും കിണറുണ്ട്. നമ്മൾ കിണർ കുത്താൻ സ്ഥാനം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുക്കളയുടെ പുറത്തായിട്ട് വരും. പക്ഷെ എന്തൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 കോല് താഴ്ന്നാൽ പാറയാണ്. പാറ പൊട്ടിക്കണമെങ്കിൽ കണ്ടമാനം പൈസയാവും. പിന്നെ മാത്രമല്ല വീടിനോട് ചേർന്നിട്ടായതുകൊണ്ട് വീടിന് ദോഷമായിരിക്കും ഇത്രയധികം പാറ പൊട്ടിക്കണത്. അപ്പം ഞങ്ങൾ കുഴൽക്കിണർ കുത്തി. അല്ല പിന്നെ അവിടെ വേറെ സാധനം കൂടി കണ്ടെത്തിയിട്ട് നമ്മുടെ ഈ കുടിലില്ലേ അവിടെ കിണർ കുത്തി. അവിടെ കിണർ കുത്തിയിട്ട് 4 കോല് താത്തി. 3.5 കോല് താത്തി. പിന്നെ പാറ വന്നു. കാടകണ്ണൻ പൊട്ടിക്കാൻ പറ്റാണ്ടായി അവർക്ക്. അപ്പൊ അത് ഉപേക്ഷിച്ചു. ആ കിണർ എന്നിട്ട് മൂടി. അത്രയും കുത്തിയതായിരുന്നു. എന്നിട്ട് കിണർ മൂടി. അങ്ങനെയാണ് ബോർവെൽ അടിച്ചത്. അപ്പോൾ പാറ കുറേ പൊട്ടിച്ചിട്ട് കുറേ താഴ്ത്തിയാലും ഒരു വേനൽക്കാലം ആവില്ലേ, നല്ല വേനൽക്കാലം വരുമ്പോൾ നമുക്ക് നനയ്ക്കാനൊന്നും ഒരിക്കലും വെള്ളം കിട്ടില്ല. ഇപ്പോൾ ചേട്ടന്മാരവിടെ എല്ലാ വീട്ടിലും കുഴൽക്കിണറുണ്ട്. അവർ നനയ്ക്കാനൊക്കെ കുഴൽക്കിണറിൽ നിന്നും വീട്ടിലത്തെ ടാങ്കിലേക്ക് സാധാരണ കിണറ്റിൽ നിന്നും മോട്ടർ അടിക്കും. അങ്ങനെയാണ് ചെയ്യണത് എല്ലാവരും. ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും പറ്റും കിണർ. അങ്ങനെയാണ്. പിന്നെ എന്നിട്ടാ ബാക്കി കിണർ കുത്തി. പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാത്തിനും സെപ്പറേറ്റ് ടാങ്കുകളാണ് കേട്ടോ. 3 ടാങ്ക് ഉണ്ട്. വീട്ടിൽ നിന്ന് വളരെ അകലത്തിൽ ഒരു ഫുഡ് വേസ്റ്റ് ടാങ്ക് ഉണ്ടാക്കൂ. വെള്ളം അടിയിലോട്ടും പോകും. വളം അഴുകി ഉണങ്ങി മുകളിലും കിടക്കും. പച്ചക്കറിക്കുള്ള വളം ഉണ്ടാക്കാം. അത് ശരിയാട്ടാ. അത് വേണമെങ്കിൽ ഫുഡ് വേസ്റ്റിനുള്ളത് ആക്കാൻ പറ്റും. അടുക്കളയിലത്തെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ ഇല്ല, അതൊക്കെ അതിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരെ വെള്ളം വരുന്ന സാധനം വെള്ളമൊക്കെ ഭൂമിയിൽ താന്നുമ്പോക്കോളും മറ്റേത് നല്ല വളമായിട്ട് മാറും. അടുത്തത് ആദർശ് പണിക്കർ. കൊള്ളാം. ചെത്തിയൊരുക്കിയ പച്ചപ്പും സമൃദ്ധിയുടെ പുതുനാമ്പുകൾക്കായി വെട്ടിയൊരുക്കിയ ചെടികളും സമൃദ്ധി നിറഞ്ഞ നാളേക്ക് ചൂട് വെച്ച് നീങ്ങാൻ തെളിഞ്ഞ നടപ്പാതയും പിന്നെ വീഡിയോയുടെ ഹൈലൈറ്റായി മാറിയ വെളിച്ചപ്പാടിൻ്റെ കൗപീനം എന്ന കഥാവിഷ്കാരവും അനിതര സാധാരണമായ കഴിവോടെ അജു ഏട്ടൻ്റെ അവതരണ ശൈലിയും പ്രേക്ഷക മനസ്സുകളിൽ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം അറിയാതെ സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ജോലിക്കായി എത്തിയ ചേട്ടൻ്റെ നൊമ്പരപ്പെടുത്തുന്ന കഥയും അല്ലെങ്കിൽ മനുഷ്യസഹജമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ സരിത പറഞ്ഞപ്പോൾ പ്രേക്ഷകരിൽ അല്പം നൊമ്പരം ഉളവാക്കി. എന്തായാലും വീഡിയോ മനോഹരം. വീഡിയോയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിശിഷ്യ ആ ചേട്ടൻ്റെ ദുരിതങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് മാറട്ടെ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടെ ഹാപ്പി സ്നേഹം ഇഷ്ടം. അടുത്ത മനോഹര വർണ്ണ കാഴ്ചകൾക്കും പാടനുമായി കാത്തിരിക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ സസ്നേഹം പണിക്കർ. മറ്റേ ഇത് വല്ലതും എടുത്തിട്ടുണ്ടോ? അടുത്തത് രാധാമണി EV.
അജു സരിത, നിങ്ങൾ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടതായി ഓർമ്മയില്ല. 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. എൻ്റെ ഏട്ടന്മാരാണ് എല്ലാവരെയും പഠിപ്പിച്ച് ജോലിയാക്കിയത്. എനിക്ക് ചേട്ടന്മാരുമുണ്ട്. മൂത്ത ജ്യേഷ്ഠനാണ് എല്ലാവരെയും പഠിപ്പിച്ചത്. എല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. എന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണം കഴിപ്പിച്ചു. ഏതായാലും ഇന്നത്തെ വീഡിയോ സൂപ്പർ. അയ്യോ. അടുത്തത് അശോക് വേൾഡ്. കുടുംബജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഓരോ അച്ഛന്മാരെ കുറിച്ചും പറയുമ്പോൾ സരിത ചേച്ചിയുടെ ശബ്ദമിടറുന്നതും കണ്ണുകൾ നിറയുന്നതും ഞാൻ കാണാതെ പോകരുതല്ലോ, ഒത്തിരി വിഷമമായി. അടുത്തത് ജയ. സരിത, യു മെയ്ഡ് മീ ക്രൈ അറ്റ് ദ എൻഡ് വെൻ യു ടോക്ക്ഡ് അബൌട്ട് ദ ഫാദർ സാക്രിഫൈസസ് ഇൻ ലൈഫ്. അറിഞ്ഞോ അറിയാതെയോ കണ്ണുകൾ ഈർന്നണിഞ്ഞു. മൈ ഫാദർ പാസ്ഡ് അവേ ഏർലി ഇൻ അവർ കോളേജ് ഡേയ്സ് ബിഫോർ വി ഓൾ ബിക്കേം ഇൻ ഗുഡ് പൊസിഷൻ. ഹി വാസ് ഇൻ ദർ ടു സീ ദാറ്റ്. ശരിയാണ്. അച്ഛന്മാരെ പറ്റിയിട്ട് പറയുമ്പോൾ കുറേ നമുക്ക് വേണ്ടി അല്ലേ, ശരിക്കും അവരുടെ ഒരു ജീവിതം എന്ന് പറയണതേ അവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ. പാലും ചേട്ടൻ നോക്കിയേ, റിട്ടയർ ചെയ്തു, എന്നിട്ടും വെറുതെ ഇരിക്കണ്ട. ആൾക്ക് വേണ്ടിയിട്ടാണോ ഇത്? ഈ പണിയെടുത്തിട്ട് ഈ പൈസ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ എൻ്റെ ഭാര്യയും മക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുതെന്നുള്ള ആ ഒരു മനസ്സില്ലേ, അതാണ് ഭയങ്കര. വിമല എൽ. സരിത, അജൂസ് വീഡിയോ നല്ല ഇഷ്ടം. വെളിച്ചപ്പാടിൻ്റെ തുള്ളൽ കഥ. നിങ്ങളുടെ വീഡിയോ ഒരു മടുപ്പും ഉണ്ടാക്കാറില്ല. ഓണമല്ലേ, വൃത്തിയാക്കിയത് നല്ലത്. ഇനിയും അജുവിൻ്റെ കഥകൾക്കായി കാത്തിരിക്കുന്നു. അടുത്തത് ബീന പ്രഭാകരൻ. അജുവേട്ടൻ ആ ചെടി മാറ്റി നട്ടേനെ, എല്ലാവരും ചേർന്ന് അത് വെട്ടി. അച്ഛനെ കുറിച്ച് പറഞ്ഞത് വളരെ ശരിയാണ്. ആരും അവരുടെ കഷ്ടപ്പാട് കാണാറില്ല, കണ്ടാലും മൈൻഡ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് അവർ മദ്യപാനികളാണെങ്കിൽ. ശരിയാ. അടുത്ത് രഞ്ജിത്ത് മേനോൻ. ലങ്കോട്ടി കഥ കേട്ട് ചിരിച്ച് കരഞ്ഞു. സരിത പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എല്ലാവരും അമ്മമാർ സാക്രിഫൈസ് ചെയ്ത കാര്യമേ പറയാറുള്ളൂ. അടുത്തത് പ്രിയതമൻ. സരിതയെ എല്ലാവരും പുകഴ്ത്തി പറയുന്നത് മാത്രമേ വായിക്കൂ. സരിമണി, സരുമോളെ, സരിതക്കുട്ടി എന്നൊക്കെ പറയുന്നത് മാത്രമേ കൂടുതൽ വായിക്കൂ. വിമർശനങ്ങൾ ഒന്നും വായിക്കില്ല. അശോക് വേൾഡ് എന്ന് പറഞ്ഞൊരു കിഴങ്ങൻ നിങ്ങളുടെ വീഡിയോയുടെ താഴെ മിനിമം 20 മെസ്സേജെങ്കിലും ഇടും. അവൻ്റെ തലയ്ക്ക് എന്താ ഓളമാണോ? ഒരാളെ അങ്ങനെയൊന്നും പറയരുത്. ആൾക്ക് നമ്മളോട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമുണ്ട്, അപ്പോൾ ആള് ഇഷ്ടം പോലെ കമന്റ്. നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് നഷ്ടം സംഭവിച്ചു സുഹൃത്തെ? ഈ പ്രിയതമൻ എന്നൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ആള് അങ്ങനത്തെ കമന്റ്സ് അങ്ങനെ ഒരാൾക്ക് ഇത്ര കമന്റ് ഇടാൻ പാടുള്ളൂ എന്ന് യൂട്യൂബിൽ നിയമമില്ല. യൂട്യൂബിൽ നല്ല എവിടെയും ഇല്ല. അപ്പോൾ ഇഷ്ടമുള്ള അത്രയ്ക്ക് ആൾ ഇട്ടോട്ടെ. അതിനെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത്? പിന്നെ ഞാൻ അഹങ്കാരി, എനിക്ക് തലക്കൻ, അങ്ങനത്തെ ഒരു 100,000 കമന്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മളിത് വായിച്ചിട്ട് പിന്നെ നമ്മളത് എന്നിട്ട് പറയാ എക്സ്പ്ലെയിൻ ചെയ്യലൊക്കെ നിർത്തി വെറുതെ വായിച്ചു വിടും. എന്നിട്ട് ഇതൊന്നും വായിക്കാറില്ലാന്ന് അല്ല. പിന്നെ എന്നിട്ടാണ് സരുമോളെ, സരുക്കുട്ടിന്ന്. പിന്നെ എന്നിട്ടാ അപ്പൊ അശോക് വേൾഡിനെ അങ്ങനെ വിമർശിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾക്ക് നിങ്ങൾ പണം കൊടുത്ത് ഇടിക്കുന്നതാണോ? തലയ്ക്ക് പ്രാന്തല്ലേ? അശോക് വേൾഡ് എന്തെങ്കിലും മറുപടി പറഞ്ഞു, ഞങ്ങൾ പണം തന്നിട്ടാണോ ഇടണേന്ന്. പിന്നെ യൂട്യൂബിന്റെ DP ഇപ്പോഴത്തെ പ്രൊഫൈൽ പിക്ചർ മാറ്റി പുതിയതിട്ടപ്പോൾ സരിതയുടെ തലയാണ് വലിയ രീതിയിൽ നടുക്ക് കാണുന്നത്. അജുവിന്റെ ഫോട്ടോ അല്ലേ അവിടെ വലിയ രീതിയിൽ വെക്കേണ്ടിരുന്നത്? അജു എന്താണ് ഇതൊന്നും ശ്രദ്ധിക്കാത്തത്? അജുവിനെയാണ് എല്ലാവർക്കും കാണേണ്ടത്, വീഡിയോ ആയാലും DP ആയാലും. അതിന് ചേട്ടൻ മറുപടി പറയും. കാരണം ആ DP മാറ്റിയത് എനിക്കും ജഗ്ഗുവിന് ആയില്ല. ഞങ്ങളിത് ഒരു ദിവസം കണ്ടപ്പോണ്ട് ഇത് എന്തിട്ടത് അമ്മയെ ചോദിച്ചിട്ട് ജഗ്ഗു വന്നേക്കാ ഈ സാധനം കണ്ടിട്ട്. ഇത് പ്രിയതമൻ എഴുതിയത്. പ്രിയതമൻ വീട്ടില് ആണായിരിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിലത്തെ റേഷൻ കാർഡ് ഭാര്യയുടെ പേരിലായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞങ്ങള്. അതെന്തുകൊണ്ട് അത് നിങ്ങൾക്ക് പോയിട്ട് മാറ്റാടുന്നില്ല? എന്റെ പേരിൽ വേണം, ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇതാകണത്. നിങ്ങളുടെ പേരിലേക്ക് എന്താ ഗവൺമെന്റിനൊരു നിവേദനം കൊടുക്കുക, എന്റെ പേരിൽ വേണം. ഇതിലൊന്നും ഇവിടെ എനിക്കാണ് പ്രാധാന്യം, അതുകൊണ്ട് എന്റെ പേരിലാണ്, എന്റെ ഭാര്യയുടെ പേരിൽ പറ്റില്ല. അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ വലിപ്പ ചെറുപ്പത്തിന്റെ ഒന്നും പ്രശ്നങ്ങൾ വളരെ നാരോ മൈൻഡഡ് ആണ് നിങ്ങൾ. നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ നിങ്ങളുടെ ചിന്താഗതിയുടെ ഭയങ്കര വികലമാണ് നിങ്ങളുടെ ചിന്തകൾ തന്നെ. നിങ്ങള് അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ആദ്യം ഒന്ന് നിങ്ങള് മറ്റേ ഇവിടെ പോയിട്ട് കുളിച്ചു വാ, എന്താ പറയാ, ഭാരതപ്പുഴയിൽ പോയിട്ട് മുങ്ങി നീരാടി വാ. അപ്പൊ ശരിയാവൂ? ഭാരതപ്പുഴയില് അല്ല, അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ഇതായിട്ട് വേണം. ഭാരതപ്പുഴയിൽ വിഷം കലക്കിന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ കേസ് വരാൻ. അവിടത്തെ മീനൊക്കെ ചത്തുപൊന്തും. ഭാരതപ്പുഴയിലൊന്നും പോയിട്ട് കുളിക്കായിരിക്കോട്ടാ, സ്വന്തം വീട്ടിൽ തന്നെ കുളിച്ചാൽ മതി. ഇയാളെ പോലുള്ളവരൊക്കെ പോയിട്ട് പഴയ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അതെ, നിങ്ങൾ കൊറേ ദൂരം മുന്നോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എനിക്ക് ഈ ഇത് കേട്ടപ്പോ എനിക്കൊരു പാട്ട് എന്റെ വായിൽ വന്നിട്ട് പാടില്ല. ഞാൻ പാടട്ടെ? പ്രിയതമാ പ്രിയതമാ പ്രണയലീല
ലേഖനം ഇങ്ങനെ എഴുതണം, മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ. ഇത് പുതിയ ഐഡിയ ആണ് കേട്ടാ, പുതിയത് ഉണ്ടാക്കിയ ഐഡിയ ആണ്. ഈ ഒരു കമൻറ്റ് മാത്രം ആൾ ഇട്ടിട്ടുള്ളൂ, ഇത് ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ കമൻറ്റ് അല്ല ഐഡിയ എന്നുകൊണ്ട് പാവം. അടുത്തത് സന്ധ്യ ബിജു. ചേട്ടാ വെളിച്ചപ്പാടൻ്റെ കഥ കേട്ട് ചിരിച്ച് വയ്യ. കഥ ക്ലൈമാക്സിൽ എത്തിയപ്പോൾ പറയണോന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഇതിനെങ്ങനെ ചിരിക്കാതെ നിന്നു. പാമ്പ് വന്നില്ലെന്ന് നിരാശയോടെ പറയുന്നു. പാമ്പുകള് അത് നമ്മുടെ നായ്ക്കൾ, നമ്മുടെ 2 നായ്ക്കളുണ്ടല്ലോ, നമ്മുടെ ചാർലി ഇതിൻ്റെ അടിയിൽ എടുക്കണു നല്ല ഉറക്കം. അവിടെ ഇമ്രാനും ഇരിക്കുന്നുണ്ട്. ഇവരിപ്പോൾ ഇവിടെ ഫുൾ ടൈം നമ്മുടെ കോമ്പൗണ്ടിൽ കിടന്ന് നടക്കല്ല. അതിന് പാമ്പുകളൊന്നും ഇല്ല. വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ല ചേര പോണതാണ് കാണാറുള്ളത്. അതിനും കാണാറില്ല. അപ്പൊ ഇവര് നായ്ക്കളുള്ളത് വളരെ ഉപകാരമാണ്. ഇവരുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് തൊരപ്പൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒന്നുമില്ല ഈ കോമ്പൗണ്ടിലേക്ക് കിടക്കണില്ല. ഇപ്പൊ തൊരപ്പനൊന്നുമില്ല. ഇവര് സദാ ജാഗരൂകരാണ്. അടുത്തത് അബ്ദുൾ അസീസ്. തർക്കിച്ച് ലാസ്റ്റ് സരിത പറഞ്ഞിട്ട് തജുവേട്ടൻ എത്തി. അതാണ് മക്കളെ ആ ജ്യൂസ് വേൾഡ്. ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ല, ആ ചേട്ടന്മാരും ചേച്ചിമാരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വെട്ടി നിർത്തണം. അപ്പോഴാണ് ചേട്ടൻ വെട്ടി. അല്ല, അവര് ഈ പൂന്തോട്ടം ഇതിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരു കൂടി സരിതയെക്കാളും കൂടുതൽ അറിവ് അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അവരുടെ തീർച്ചയായിട്ടും ഞാൻ പറയണ എടുക്കണ്ട, അവർക്ക് അറിയാലോ. അടുത്തത് ജയകുമാരി. സരിത പറഞ്ഞത് സത്യമാണ്. എൻ്റെ അച്ഛനും അതുപോലെയാണ്. മരണം വരെ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവനവന് വേണ്ടിയും ജീവിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ. മക്കൾ അവരവരുടെ ജീവിതം നോക്കി പോകും. കഷ്ടപ്പെട്ടത് മാത്രം ബാക്കിയാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരുവിധം പ്രാപ്തിയായാലും അങ്ങ് വിട്ടേക്കുക. അവരും കഷ്ടപ്പാടും പ്രയാസവും അറിയട്ടെ. കറക്റ്റാണ്, വളരെ ശരിയാണ്. എന്നാലേ അച്ഛനമ്മമാരുടെ വിഷമം അവർ മനസ്സിലാക്കൂ. എൻ്റെ അച്ഛൻ്റെ കാര്യം ഓർത്താൽ 36 വർഷമായി ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയിട്ട് ഇന്നും കണ്ണ് നിറയാതെ ഓർക്കാൻ പറ്റില്ല. അടുത്തത് ജിജോ ജോസ്. വേറെ സ്റ്റോറി ഉണ്ട് വെളിച്ചപ്പാടിൻ്റെ ശങ്ക തോന്നുകയും പോകാൻ പറ്റാണ്ട് തുള്ളലും. അപ്പൊ വെളിച്ചപ്പാട് പോകാൻ പറ്റില്ല, തുള്ളിനോടത്തുനിന്ന് മൂത്രമൊഴിക്കാൻ മുട്ട അല്ലെങ്കിൽ അങ്ങനെ 1-നും 2-നും പോകാൻ പറ്റില്ല ഇതിൻ്റെ ഇടയിൽ നിന്ന്. അപ്പൊ വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ട് പറഞ്ഞു, കുടം വെള്ളം കൊണ്ടുവാ. എന്നിട്ട് കൂടെയുള്ള ആളുടെ തലയിലൂടെ ഒഴിക്കാം, കൂടെയുള്ള ആളോട് തലയിൽ കൂടെ ഒഴിക്കാൻ പറഞ്ഞു. വെള്ളം ഒഴുകി പോകുന്ന കൂട്ടത്തിൽ സംഗതിയും തീർത്തു. അടുത്തത് റിയാസ്. അജു വെളിച്ചപ്പാടിന്റെ തുള്ളൽ കഥ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചൊരു വഴിയായി. ശരിക്കും അന്ന് അവിടെ സംഭവിച്ചത് എൻ്റെ ദൃഷ്ടിയിലൂടെ, ആളുടെ അതെ ആൾക്ക് വന്ന വിഷനാണ് കേട്ടാ. വെളിച്ചപ്പാട് തുള്ളി കോണകം അഴിഞ്ഞു. അതെടുത്ത് ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പിന്നെയും തുള്ളാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിച്ചത് തുള്ളലിൻ്റെ കൂടെ ഒരു മണിയടി ശബ്ദവും കൂടി വരുന്നു. കൂടി നിന്നവർക്ക് ആദ്യം കാര്യം പിടികിട്ടില്ല. ചേടാ ഇത് എവിടെ നിന്നാണ് ഈ മണിയടി ശബ്ദം വരുന്നത്? പിന്നെ ശ്രദ്ധിച്ചപ്പോഴല്ലേ മണിയടിയുടെ ഉറവിടം മനസ്സിലായത്. ഇത് കണ്ട സ്ത്രീകൾ നാണം കൊണ്ട് മുഖം പൊത്തി. ചില പുരുഷന്മാർ പുച്ഛത്തോടെ നിന്നു. എന്നിട്ട് സ്വയം പറഞ്ഞു, നമ്മൾ ഈ മണിയടി എത്ര കണ്ടതാ. അടുത്തത് ശോഭന. അജു സരിത, നിങ്ങളുടെ വീഡിയോയിൽ കണ്ടതിന് ശേഷം ഞാൻ ഈ ശർക്കര ആമസോണിൽ നിന്ന് വാങ്ങി. പക്ഷെ പിന്നീട് ഇതുവരെ ആമസോണിൽ ഇല്ല. പിന്നെ കോട്ടയത്ത് സുലഭയിൽ നിന്ന് കിട്ടി. ഞാൻ ഇതിൻ്റെ പ്രത്യേകത അവരോട് പറഞ്ഞു. ആകെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ എടുത്തു. പിന്നീട് ചെന്നിട്ട് കിട്ടിയില്ല. നല്ല ശർക്കരയാണ്. നമ്മുടെ ഇവിടെ ചിലപ്പോഴാണ് ചെല്ലുമ്പോൾ കിട്ടുക. അവിടെ ചെല്ലണ സമയത്ത് അവിടെ എത്ര പാക്കറ്റ് ഉള്ളത് മുഴുവൻ ചേട്ടൻ വാങ്ങിച്ചിട്ട് വരും. കാരണം പിന്നെ ചെല്ലുമ്പോൾ കിട്ടിയില്ലേ, അത് കാരണം. പക്ഷെ ഇപ്പൊ ഇഷ്ടം പോലെ ഇപ്പൊ ആളുകൾ ആവശ്യക്കാര് കൂടിയപ്പോഴേ ഇപ്പൊ നിറച്ചു കൊണ്ടുവയ്ക്കും. ഇത് തന്നെ വേണമെന്ന് പറയും അവിടുത്തെ ആൾക്കാരുടെ അടുത്ത്. നല്ല ശർക്കരയാണ്. നമ്മൾ മറ്റുള്ള ശർക്കരയൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഇതിന്റെ മേന്മ മനസ്സിലാവുന്നത്. ഇനിയിപ്പോ കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വെബ്സൈറ്റ് ആവും. അപ്പൊ അതിന്ന് ഓൺലൈനായിട്ട് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങള് അവര് അത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പൊ വെബ്സൈറ്റ് ആയിട്ടുണ്ട്, പക്ഷെ അതില് എന്തോ അങ്ങനെയുണ്ട്. അപ്പൊ അതില് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ലല്ലോ, അതിൽ കയറിയാലും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ അത് അറിയിക്കാം. നല്ല ശർക്കരയാണ്. അല്പം പോലും കല്ലോ കരടോ അഴുക്കോ ഇല്ല. ഫാക്ടറിയും പ്രിപ്പറേഷനും പ്രോഡക്ട്സും പരിചയപ്പെടുത്തിയതിന് വളരെയധികം നന്ദി. അടുത്തത് ഷാൻഡി എൽദോസ്. എന്തായാലും നന്നായി. ഞങ്ങളുടെ അടുത്ത് ഇത്രയും നല്ലൊരു ശർക്കര ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞില്ല. ആ വഴി പോകുമ്പോൾ ആ വീട് കണ്ടിട്ടുണ്ട്.
നിങ്ങൾ മഹിമ ശർക്കരയുടെ കാര്യം പറയുമ്പോൾ ഇത് എവിടെ കിട്ടുമെന്ന് ചിന്തിച്ചിരുന്നു. അടുത്ത യുണൈറ്റഡ് ടയേഴ്സ്. ഞാൻ മലപ്പുറം കോട്ടയ്ക്കലിലാണ്. നിങ്ങൾ ഈ ശർക്കരയുടെ ഗുണമേന്മ പറയുന്നത് കേട്ടിട്ട് ഇവിടെ എല്ലാ കടകളിലും മാളുകളിലും ഒക്കെ അന്വേഷിച്ചു. അവർ ഇങ്ങനെ ഒരു പേര്, ശർക്കരയുടെ പേര് കേട്ടിട്ട് പോലുമില്ല. അതിന്റെ കാരണം ഇപ്പോഴാണ് പിടികിട്ടിയത്. നിങ്ങൾക്ക് നന്ദി. അപ്പൊ ചോദിക്കണം കടയില് കൊണ്ടുവച്ചേ പറ്റൂന്ന് പറയണം കേട്ടോ അവരുടെ അടുത്ത്. അവരന്വേഷിച്ച് അവർ കണ്ടെത്തി തരും. അടുത്ത് ശ്രുതി പ്രദീപ്. എൻ്റെ അജുവേട്ടാ, ശർക്കര ഫാക്ടറിയുടെ അടുത്തുള്ള ചൂനാമിളകിന് മധുരമല്ല ഉണ്ടാവുക, എരിവ് തന്നെയാണ്. അടുത്തത് രശ്മിനാഥ്. നിങ്ങൾ മുൻപേ ഈ ശർക്കര കാണിക്കുമ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കടകളിൽ തിരക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ മറയൂർ ശർക്കര ഉണ്ട പോലത്തെ ആയിരുന്നു കിട്ടുന്നത്. അങ്ങനെ ഞാൻ തിരക്കി നടന്നിപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ മാസം എനിക്ക് സെയിം പ്രോഡക്റ്റ് കിട്ടി. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ ആറ്റിങ്ങലാണ്. എനിക്കിത് കിട്ടിയത് ഹാപ്പി മാർട്ട് എന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അങ്ങനെ ഞാൻ ഈ ശർക്കരയെക്കുറിച്ച് റിലേറ്റീവ്സ് കൂടെ പറഞ്ഞു. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു ധന്യ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട് എന്ന്. ഇപ്പോൾ ഞാൻ ഇത് മാത്രമേ വാങ്ങാറുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ റോഡ് സൈഡിൽ ഇങ്ങനെ ഈ വലിയ ഈ വെസലിൽ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഉരുട്ടിയിട്ടുള്ള ഉരുളകളാണ് മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ഇതുപോലുള്ള ശർക്കര കിട്ടിയാൽ ഇപ്പം നമ്മൾ പിന്നെ സാധാരണ ശർക്കര അങ്ങനത്തെ ഉപയോഗിച്ചേ കളഞ്ഞു. വാങ്ങിച്ചിട്ടേ ഇല്ല. തങ്കമണി KP. പിന്നെ ഒരു സംശയം കൂടി, ഈ കരിമ്പിൻ ജ്യൂസ് ഒറിജിനൽ ഈ കളറാണോ? എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാ ചോദിക്കണേ. നമ്മുടെ മുമ്പിൽ നിന്നല്ലേ ജ്യൂസ് ഉണ്ടാക്കി തരണത്, അത് ലൈറ്റ് പച്ച കളറല്ലേ? മറുപടി പ്രതീക്ഷിക്കുന്നു അടുത്ത ലൈവ്. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ ഉണ്ടാക്കി കൈയോടെ എടുക്കുമ്പോൾ ആ കളറായിരിക്കും, പിന്നെ ഇരിക്കുമ്പോൾ ഈ കളർ വരണം തോന്നുന്നുണ്ട്. പിന്നെ അത് ഫിൽട്ടർ ചെയ്ത് ക്ലീൻ ആക്കുമല്ലോ. അടുത്തത് ശ്രീകല ഷാബു. നല്ല വീഡിയോ. ഇനി മഹിമയ്ക്ക് വേണ്ടിയുള്ള ഓട്ടമാണ്. തൃശ്ശൂർ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലുണ്ടോ? ഇനി കയറുന്ന കടയിലെല്ലാം ചോദിക്കാല്ലേ? ചോദിച്ചോ. അടുത്തത് ബേബി രാധാകൃഷ്ണൻ. സരിത അജു, നല്ലൊരു വീഡിയോ ആയിരുന്നു. ഇത് എല്ലാവർക്കും കിട്ടിയാൽ നല്ലതായിരുന്നു. നിങ്ങളിലൂടെ എല്ലാവർക്കും ഇതറിയാൻ സാധിച്ചല്ലോ, വളരെ സന്തോഷം. അടുത്തത് സുനിതാമണി. നിങ്ങളുടെ വീഡിയോ കണ്ട് മഹിമ ശർക്കര മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നു മഹിമ ശർക്കര. ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അവരോട് എനിക്ക് ശർക്കര വേണം, അതും മഹിമ തന്നെ വേണം എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ വീഡിയോയിലെ വാചകങ്ങൾ കടമെടുത്ത് എൻ്റെതായ രീതിയിൽ അവരോട് മഹിമ ശർക്കരയുടെ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ മഹിമ ശർക്കര ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ കയ്യിലും ഞാൻ തീരുന്നത് അനുസരിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. സൂപ്പറാണ്. അപ്പോൾ ഓണത്തിന് ശർക്കര ഉണ്ടാക്കുമ്പോൾ മഹിമ ശർക്കര വാങ്ങിച്ചിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ മഹിമ ശർക്കര ഉപയോഗിക്കുക. അടുത്ത ശിവദാസ് അമ്പലപ്പറ്റ. മഹിമ ശർക്കര ഫാക്ടറി മുഴുവൻ കാണിച്ച അടിപൊളി. ഇത്രയും നല്ല രീതിയിൽ നടത്താൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ശർക്കര പൊടി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ വളരെ അതിശയം തോന്നി. കുടുംബം ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് വളരെ നല്ല കാര്യമായി തോന്നി. അജു പറമ്പിൽ കയറി അർമാദിച്ചു അല്ലേ? അത് നന്നായി. കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് കണ്ടപ്പോൾ കൊതി തോന്നി. അതായത് ഈ കരിമ്പുണ്ടല്ലോ, നമ്മുടെ കൗണ്ട് കുറയില്ലേ, പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ താഴ്ന്നു പോവില്ലേ, ഡെങ്കിപ്പനിയൊക്കെ വന്നിട്ട്. അപ്പോൾ ഇത് കൂടാൻ ഭയങ്കര നല്ലതാണ് ഇത്രേ. സാധാരണ നമ്മൾ എന്നിട്ടാ പപ്പയുടെ കൂമ്പല പിഴിഞ്ഞ് നീര് കുടിക്കുക, കിവി എന്ന് പറഞ്ഞ ഫ്രൂട്ട്, ഇതൊക്കെ കഴിച്ചാൽ കൂടുന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കും. പക്ഷെ ഒരു കാര്യമില്ല. ചിലവരെ കൂടെ ആയിരിക്കും കേട്ടോ, കാരണം ചേട്ടനൊക്കെ കിടന്നിട്ടൊന്നും കൂടിയിട്ടില്ല. ഡെങ്കിപ്പനി വന്നിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് താഴ്ന്നു പോയിട്ടേ. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇതിൽ ഒരു കെമിക്കൽ പോലും ചേർക്കരുത്. ചെറുതായിട്ട് പോലും ഒരു പ്രിസർവേറ്റീവ്, നമുക്ക് അനുവദനീയമായ അളവുണ്ടല്ലോ, അതുപോലും ചേർത്താൽ ആ ഗുണം പോയിത്ര ഈ കരിമ്പിൻ ജ്യൂസിന്റെ. അതുകൊണ്ടാണ് ആ ചേട്ടൻ, പ്രേമൻ ചേട്ടൻ, ഈ ഒരു പ്രിസർവേറ്റീവും ചേർക്കാണ്ട് ഇതിനെ എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കി തുടങ്ങുന്നത്. ഇവിടത്തെ മണ്ണുത്തിയിലത്തെ കാർഷിക സർവകലാശാലത്തെ ഏതോ സാറുമാരുടെ പേരൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ ആളുടെ പേര് പറഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞു. അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിങ്ങനെ ഇതിൻ്റെ ഈ രീതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടേ. ഇത് ഒന്നും കെമിക്കൽ ഒന്നും ചേർക്കാണ്ട് ഇതിനെ എങ്ങനെ പാക്ക് ചെയ്യാമെന്ന്. അടുത്ത് വർഗീസ്. എത്രമാത്രം കഷ്ടപ്പെട്ടാൽ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ എത്തുന്നത്, അത് കാണിച്ചു തന്ന അജു ചേട്ടൻ, സരിതകുട്ടിയും താങ്ക്സ്, വീഡിയോ സൂപ്പർ, സന്തോഷം. അടുത്തത് പ്രജിത. നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം കുറേ അന്വേഷിച്ച് നടന്നു. മലപ്പുറം എടപ്പാൾ ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടി. നല്ല പ്രോഡക്റ്റ് ആണ്. ആളുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. സുജിത്ത് PR, സുജിത്ത് രാമകൃഷ്ണൻ. അജു ചേട്ടാ, നിങ്ങളുടെ വീഡിയോയിൽ കണ്ടതിന് ശേഷം ഞാൻ വീട്ടിൽ മഹിമ വാങ്ങുന്നുണ്ട്. സൂപ്പർ. ഷുഗർ കെയിൻ ജ്യൂസ് ഇറങ്ങുമ്പോഴും മഹിമ എന്ന പേരിലായിരിക്കുമോ? മായം ചേർക്കാതെ ഇങ്ങനെ എല്ലാം കിട്ടിയിരുന്നെങ്കിലല്ലേ? മഹിമ എന്നുള്ള പേര് തന്നെയായിരിക്കും തോന്നുന്നു. കാരണം അവര് എണ്ണ തുടങ്ങിയപ്പോഴുള്ള പേരാണെന്ന് പറഞ്ഞത്.
അടുത്തത് ലീല ജേക്കബ്. ലീല എന്നാ ലൈല എന്നാണ് ആവോട്ടാ. മഹിമ ശർക്കര കോട്ടയത്തെ പാമ്പാടി എന്ന ഗ്രാമത്തിലെ കടകളിലും കിട്ടും. നിങ്ങൾ വഴിയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നത്. അണ്ണാറക്കണ്ണന്മാര് നിറച്ച്. അടുത്തത് ലിമി ശശി. ഈ ശർക്കര എനിക്കും കിട്ടി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചെറിയ കടയിൽ നിന്ന്. ഞാൻ അമ്പലപ്പുഴയിലാണ്. ഒരു ദിവസം കടയിൽ ചെന്നപ്പോൾ ഒരൊറ്റ പാക്കറ്റ് ഈ ശർക്കര ഇരിക്കുന്നു. നിങ്ങളുടെ പരസ്യത്തിൽ ഞാൻ വീണുപോയി. പലഹാരം ഉണ്ടാക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് നോക്കാമെന്ന് കരുതി അല്പം തിന്നതാണ്. നല്ല ടേസ്റ്റ്. ഇപ്പം അത് പകുതിയായി. പലഹാരം ഉണ്ടാക്കാൻ തികയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അടിപൊളി ശർക്കര. ചിലവർക്ക് ശർക്കര ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഭയങ്കര ഞാൻ പണ്ട് ചെറുപ്പത്തിൽ തിന്നുമായിരുന്നു. കട്ടെടുത്ത് തിന്നും അച്ചുകള്. ആ പീടികയില് പോയിട്ട് വരുമ്പോഴേ പീടികയിൽ പോയിട്ട് വരുമ്പോ കടലാസ് പൊതിയിലാണല്ലോ ചാക്ക് ചേരുകൊണ്ട് കെട്ടിട്ടായിരിക്കും ശർക്കര വാങ്ങിച്ചോട്ടെ. 250 ശർക്കര വാങ്ങിച്ചു. അപ്പൊ അതില് വിരലുകൊണ്ട് ഈ കടലാസുമ്പോ ഓട്ട കുത്തും ചെറുതായിട്ട്. അത് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അച്ചെടുത്തിട്ട് അനങ്ങാണ്ട് വെച്ചിട്ട് അതിന് ശരിക്കും അടച്ചിട്ട് അമ്മരയിൽ കൊണ്ടുകൊടുക്കും. ശർക്കര ഒരെണ്ണം അവിടുന്ന് മെല്ലെ തിന്ന് ഇങ്ങോട്ട് വരും. ആ പ്രായത്തിലെ എല്ലാ പിള്ളേരിലും ചെയ്യും. എല്ലാത്തിനും ഓട്ട കുത്തും. അടുത്ത് ഇന്ദുചന്ദ്. പേളിയുടെ 7 മക്കളെ കണ്ടോ? എന്തൊരു ഭംഗിയാണ്. സംശയമേ ഇല്ല, അവരെല്ലാം ചാർലിയുടെ മക്കളാണ്. ചാർലി എന്തൊരു ഹാൻസം ആണ്. ചാർലിയുടെ മക്കളും നല്ലത്. അത് അവിടുത്തെ നായ്ക്കളുടെ അറ്റത്ത് വെള്ള നായ്ക്കള് ഉണ്ട്. പിന്നെ വേറൊരു നായുണ്ട്. അതിൻ്റെ ഉണ്ട്. ചാർലിയുടെ ഉണ്ടാവാം, അവരുടെ ഉണ്ട്. ഒരെണ്ണത്തിന് ഉണ്ടാവുള്ളോ? അതെ, ഒരു നായയിലേ ഉണ്ടാവുള്ളോ? കൊറേ നായ്ക്കളായിട്ട് ഈ പേലിക്ക് സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. അതിലത്തെ ഒരു നായയിലേ ഉണ്ടാവുള്ളോ? ശരിയല്ലേ, ബയോളജിക്കലി ഒരു ഫാദർ ഉണ്ടാവുള്ളൂ. അത് ഒരെണ്ണത്തിനല്ല ഒരെണ്ണം. ഒക്കെ കൂടി അത് തന്നെയാണ്. അതായത് അല്ല, അങ്ങനെയാണെങ്കിലേ ചേട്ടൻ അംബ്രോസിനെയും ഇതിനേക്ക് എടുത്തോണമെന്നില്ലേ? അംബ്രോസ്, ലോറ, ടൈസൺ, മൂന്ന് ടൈപ്പാണ്. ടൈസൺ വേറെ അതെ, രോമുള്ള ടൈപ്പ്. ചാർലി കണ്ട രോമുള്ള ടൈപ്പാണ്. ചാർലി ചിലപ്പോ ശരി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേളിയുടെ കുട്ടികൾക്കൊന്നും വലിപ്പം വെക്കണില്ല, ഹൈറ്റ് വെക്കണില്ല. രോമല്ലോ, രോമുള്ള ടൈപ്പല്ല നമ്മുടെ ഇമ്രാന്റെ പോലുള്ളതാണ്. രോമുള്ള ടൈപ്പാണെങ്കിൽ ചാർലിയുടെ എന്ന് വിചാരിക്കാം. അറിയില്ല. നേച്ചർ അറൗണ്ട്. അവിടെ ഒരു മനോഹരമായ വാട്ടർഫോൾസ് ഉണ്ട്, പാലക്കുഴി തെണ്ടില്ലം വാട്ടർഫോൾസ്. അതുവരെ പോയിട്ട് എന്തേ അത് കാണാതെ പോകുന്നത്? ആ ഭാഗത്ത് പൈനാപ്പിൾ തോട്ടം, ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം ഒക്കെ ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. ഞങ്ങൾ പോണ വഴിക്ക് വലിയ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം ഉണ്ട്, വലുത്. മലയരടി ഉയരത്തില് വലിയ പൈനാപ്പിൾ തോട്ടം. പോണ വഴിക്ക് അങ്ങോട്ട് താഴേക്ക് കുറെ പോയിട്ട് വെള്ളച്ചാട്ടം ഉണ്ട്. ഇവിടെ അങ്ങോട്ട് പോയില്ല, പിന്നെ സമയമില്ല അങ്ങോട്ട് പോകാനായിട്ടേ. താഴത്ത് കാടിന്റെ അവിടെ സ്ഥിതി പോകണം, പോയില്ല. അപ്പൊ നേച്ചർ അറൗണ്ടിന്റെ വീട് അവിടെ അടുത്താണ്. പറയാമായിരുന്നു, വീടിന്റെ അടുത്ത് വരെ വന്നിട്ട് കാണാൻ പറ്റിയില്ല എന്ന്. അയ്യോ, നമുക്കറിയില്ല. ഇന്നത്തെ കമന്റ് വായന കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വളരെ സന്തോഷ വാർത്ത. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വീടിൻ്റെ പരിസരം ബാക്കൊക്കെ വളരെ ഭംഗിയായി ഈ ആഴ്ച. ഇനി ഫ്രണ്ട് വശം ഞങ്ങൾ പുല്ല് വെട്ടിയില്ലേ, പുല്ല് വെട്ടാറായിട്ടുണ്ട് എന്ന് അതിന് അത്രമാത്രം വെട്ടാറായിട്ടില്ല. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.